നിറഞ്ഞു നിൽക്കുന്ന ഈ ആറന്മുള ക്ഷേത്ര സന്നിധിയിൽ ഇവിടെ വിശേഷമായി കളഭച്ചാർത്ത് നടക്കുന്ന ഈ സമയത്ത് ഇവിടെ വരാനും ദർശനം നടത്താനും എൻ്റെ അറിവുകളോ ഇത്തിരി നേരം നിങ്ങളുമായി പങ്കുവെക്കാനും ഒക്കെ സാധിച്ചത് തീർച്ചയായും ഒരു ജന്മപുണ്യമായി തന്നെ ഞാൻ കരുതുന്നു. ഇതിൻ്റെ സംഘാടക സമിതിയോട്, ഇത്തരം ഒരു അവസരം തന്ന ഇതിൻ്റെ സംഘാടക സമിതിയോട് ആത്മാർത്ഥമായ നന്ദി അറിയിക്കാൻ കൂടി ഞാൻ ഈ വേദി പ്രയോജനപ്പെടുത്തുന്നു. കളഭച്ചാർത്ത് നടത്തുന്നു എന്ന് മാത്രമല്ല, അതിനോടൊപ്പം സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചിന്തിക്കണം എന്നുകൂടി ഇവിടുത്തെ ഭക്തജനങ്ങൾക്ക് താല്പര്യമുണ്ടായതുകൊണ്ടാവുമല്ലോ ഇങ്ങനൊരു പരിപാടി കളഭച്ചാർത്തിനോടൊപ്പം സനാതന ധർമ്മ പ്രഭാഷണ പരമ്പര എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നു. ധർമ്മരക്ഷയ്ക്ക് വേണ്ടി ഭഗവാൻ ഏതൊക്കെ രൂപങ്ങളെടുത്ത് അവതരിച്ചുവോ ആ രൂപങ്ങളൊക്കെ ഒരിക്കൽ കൂടി നമ്മളിലേക്ക് ഓർമ്മിപ്പിക്കത്തക്ക വിധത്തിൽ ആ ചൈതന്യം ഏറ്റുവാങ്ങുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കളഭച്ചാർത്തുന്നത്. ധർമ്മരക്ഷയ്ക്കാണ് 17 ലോകത്തിൻ്റെയും നാഥൻ ഭൂമിയിൽ പല വേഷവും ആടിയതെങ്കിൽ ആ ധർമ്മരക്ഷ ഈ കലികാലത്ത്, കാരണം കലികാലത്തിൻ്റെ പ്രത്യേകത ഭക്തനും ഭഗവാനും ഒക്കെ ഒന്നാണ് എന്നുള്ളതാണ്. അപ്പം ഈ കലികാലത്ത് ധർമ്മരക്ഷ നമ്മുടെ കൂടി ഉത്തരവാദിത്വമാണ് എന്നതുകൊണ്ട് കളഭച്ചാർത്തിനോടൊപ്പം നമ്മൾ ആധ്യാത്മികമായ ആ ചൈതന്യം ഏറ്റുവാങ്ങുമ്പോൾ ഒപ്പം ഭൗതികമായ നമ്മുടെ ചില കടമകളെ കൂടി നമ്മളെ ബോധ്യപ്പെടുത്താനോ അല്ലെങ്കിൽ നമ്മൾ ആരാണ് എന്നോ നമ്മൾ ആരാകരുത് എന്നോ ഒക്കെയുള്ള ചില സന്ദേശങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഓർത്തെടുത്തുകൊള്ളട്ടെ എന്നുകൊണ്ടതായിരിക്കാം ഈ 12 ദിവസവും സനാതന ധർമ്മ പ്രഭാഷണ പരമ്പര എന്ന നിലയിൽ കേരളത്തിനകത്തും പുറത്തുമുള്ള പലരും ഇവിടെ വന്ന് നിങ്ങളുമായി സംവദിക്കുന്നു. അപ്പോൾ അതിലൊരാളാകാൻ സാധിച്ചു എന്നതിലും ചെറുതല്ലാത്ത ചരിതാർത്ഥമുണ്ട് എന്ന് ആദ്യം തന്നെ അറിയിക്കാം. അങ്ങനെ അതിലൊരാളാകുമ്പോഴും നിങ്ങൾക്കറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ പറയാൻ വേണ്ടിയല്ല കേട്ടോ വന്നിരിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് നമ്മുടെ ഉള്ളിലുള്ള ചില കാര്യങ്ങളൊന്ന് ഓർത്തെടുക്കുക എന്ന് മാത്രം. അപ്പൊ നമ്മൾ അവതാര മഹിമകൾ അറിയാത്ത ഒരു വിശ്വാസിയും ഉണ്ടാകില്ല. ഭഗവാൻ മഹാവിഷ്ണു 14 ലോകത്തിൻ്റെയും നാഥൻ, സൃഷ്ടിസ്ഥിതി സംഹാരകാരകരിൽ സ്ഥിതി പരിപാലിക്കേണ്ടയാള് മഹാവിഷ്ണു. സൃഷ്ടിക്ക് ബ്രഹ്മാവും സ്ഥിതിക്ക് മഹാവിഷ്ണുവും സംഹാരത്തിന് പരമശിവനും നമുക്കറിയാം. ഇതില് സൃഷ്ടിക്കുകയും സംഹരിക്കുകയും എൻ്റെ സൃഷ്ടിയുടെയും സംഹാരത്തിൻ്റെയും ഇടയിൽ സ്ഥിതി പരിപാലിച്ചു കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ക്ഷേമ ഐശ്വര്യങ്ങളും അതിനകത്ത് പോയി ജനനം മുതൽ മരണം വരെയുള്ള ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ആ സമയത്ത് അതിന് എന്തെങ്കിലും വിഘ്നം വരുമ്പോൾ, അതിന് ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സംഭവിക്കുമ്പോൾ അതിനെ നീക്കാൻ ഭഗവാൻ നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ള സന്ദേശമാണ് അവതാരങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത്. അവതരിക്കുക എന്ന വാക്കിന് വേണമെങ്കിൽ ഇറങ്ങി വരിക എന്ന് പറയാം. നമ്മളിലേക്ക് ഇറങ്ങി വരിക, നമ്മളിൽ ഒരാളാവുക, നമ്മളോടൊപ്പം നിൽക്കുക. മത്സ്യക്കൂർമ്മ, വരാഹ, നരസിംഹ, വാമന എന്ന് തുടങ്ങി ഈ എല്ലാവരും നമ്മളോടൊപ്പം ഈ ഭൂമിയിൽ വന്ന് ഏത് വേഷവും കെട്ടാൻ ഭഗവാൻ തയ്യാറായി. മീനായി, ആമയായി, പന്നിയായി, അല്ലേ, നരസിംഹമായി, അങ്ങനെ അയ്യോ ഞാൻ എങ്ങനെയാ ഈ വേഷമൊക്കെ കെട്ടുക എന്ന് ഭഗവാൻ ഒരിക്കലും തോന്നിയിട്ടില്ല. സൗന്ദര്യത്തിടമ്പാണ് ഭഗവാൻ. കവികൾക്കൊന്നും വർണ്ണിക്കാനുള്ള ഭാവന പോരാ. ഭഗവാന്റെ സൗന്ദര്യം എത്രയുണ്ട് എന്ന് അത് വിവരിച്ചു തരാൻ മാത്രമുള്ള കവി ഭാവന അത് ആർക്കും ഉണ്ട് എന്ന് തോന്നുന്നില്ല. എല്ലാവരും പരിശ്രമിച്ചിട്ടുണ്ടാവാം ഭഗവാന്റെ സൗന്ദര്യം നമ്മളിലേക്ക് എത്തിക്കാൻ. പക്ഷെ അവരെല്ലാവരും പരാജയപ്പെടും. കാരണം അതിനേക്കാളൊക്കെ അപ്പുറമാണ് ഭഗവാന്റെ സൗന്ദര്യം. ആ സൗന്ദര്യത്തിടമ്പ് ഈ ഭൂമിയിൽ വന്നിട്ടൊരു മീനായി നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ആ സൗന്ദര്യത്തിടമ്പ് ആമയായി വെറും കട്ടിയുള്ള പുടന്തോറും വേണമെങ്കിൽ തലയും കൈയും കാലും കൈനുള്ളിലേക്ക് വെച്ച് എന്ത് ഭംഗിയാണ് ആമയ്ക്കുള്ളത്. ഇനി അതൊക്കെ പോട്ടെ, പന്നി എന്ന് വിളിച്ചാൽ തന്നെ നമുക്കൊക്കെ വികാരം കയറും. കുട്ടികൾ തമ്മിൽ തല്ലുണ്ടാകുമ്പോൾ ഏറ്റവും അധികം വിളിക്കുന്ന ഒരു പേരാണല്ലോ പന്നി എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ആ പന്നിയെന്ന് ഒഴിവാക്കിയിട്ട് അത് പറയാൻ വയ്യ. മലയാളത്തിൽ പറയുമ്പോൾ പലർക്കും വികാരം വ്രണപ്പെട്ടാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പന്നി വേണ്ട, സംസ്കൃതത്തിൽ അഭയം പ്രാപിക്കും വരാഹം എന്ന് പറഞ്ഞ് വരാഹാവതാരാക്കി. കാരണം ആ പേര് കേൾക്കുന്നത് പോലും എന്തോ ഒരു അസ്വസ്ഥത ഉള്ളിൽ ഉണ്ടാക്കത്തക്ക വിധത്തിൽ. പക്ഷെ ഭഗവാനൊരു അസ്വസ്ഥത ഉണ്ടായില്ല. ഭഗവാൻ അതായി ഈ ഭൂമിയിൽ വന്ന് ധർമ്മരക്ഷ നടത്തണമെങ്കിൽ പന്നിയാവാനും ഞാൻ തയ്യാറാണ്. ഭഗവാൻ അതായി. ഇനി ഇതൊന്നുമല്ല, മനുഷ്യനും അല്ല മൃഗവും അല്ലാത്ത അല്ലെങ്കിൽ രണ്ടുമായ നരസിംഹാവണോ? അത് അവതരിക്കാൻ ഞാനല്ലേ, സാക്ഷാൽ മഹാവിഷ്ണുവല്ലേ, അല്ലേ? ഞാൻ എങ്ങനെയാണ് വലിയ കൊട്ടാരത്തിൽ സപ്രപഞ്ച കട്ടിലൊക്കെ അല്ലാണ്ട് എങ്ങനെയാ അവതരിക്കുക? ഒരു തൂണ് വളർന്ന് പുറത്തു വരാനും മടിയില്ല. തൂണ് പിളർന്നല്ലേ നരസിംഹം വന്നത്? ഒരു തൂണ് പിളർന്ന് പുറത്തേക്ക് വരാനും ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടില്ല. അപ്പൊ അവതാരം നമുക്ക് പകർന്നു തരുന്നത് വലിയൊരു സന്ദേശമാണ്. സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കാത്ത ധർമ്മം എന്നാണ് അർത്ഥം. ഇതുവരെയുള്ള പ്രഭാഷണത്തിലുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. എന്നും പുതുതുപോലെ ഇരിക്കുന്നത്, മാറ്റമില്ലാത്തത് എന്നൊക്കെ നമുക്ക് പറയാം. ഒരിക്കലും നശിക്കാത്തൊരു വസ്തു ഭൂമിയിൽ ഉണ്ടെങ്കിൽ അത് ഈശ്വരൻ മാത്രമല്ലേ, ബാക്കി എല്ലാറ്റിനും നാശമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ധർമ്മം, നശിക്കാത്തൊരു ധർമ്മം ഉണ്ടാവും.
അവിടെയാണ് നമ്മുടെ മനസ്സിൽ ആദ്യത്തെ ചോദ്യം, നശിക്കാത്തൊരു ധർമ്മം ഉണ്ടാകും. അങ്ങനെ മനസ്സിലാക്കണേക്കാൾ അത് ഒന്നുകൂടി നല്ലത് എനിക്ക് തോന്നുന്നു, നശിക്കാൻ പാടില്ലാത്ത ധർമ്മം എന്നാണ് നമ്മളൊക്കെ ഉൾക്കൊള്ളേണ്ടത് എന്ന്. കാരണം അത് നശിച്ചാൽ പിന്നെ ഈ ലോകമില്ല. നശിക്കാൻ പാടില്ലാത്ത ധർമ്മം ഏതുപോലെ എന്ന് പറഞ്ഞാല്, നമ്മൾ കെടാവിളക്ക് എന്ന സങ്കല്പം നമുക്കൊക്കെ അറിയാം. എന്താ കെടാവിളക്ക്? കെടാത്ത വിളക്ക്. അങ്ങനെ ഒരു വിളക്കില്ല ഈ ഭൂമിയിൽ. കെടാത്ത ഒരു വിളക്കും ഈ ഭൂമിയിൽ ഇല്ല. കാറ്റ് കയറിയാൽ കെടും എല്ലാ വിളക്കും. കാറ്റ് കയറിയാൽ കെടും, കരി കയറിയാൽ കെടും, എണ്ണ തീർന്നാൽ കെടും, അല്ലേ? ഇങ്ങനെ പല വിധത്തിലും വിളക്ക് കെടുക എന്നുള്ളതാണ് വാസ്തവം. കെടാത്തൊരു വിളക്കും ഇല്ല. പക്ഷെ എന്നിട്ട് നമ്മൾ പറയുന്നു കെടാവിളക്ക്. എന്തുകൊണ്ട്? കെടാവിളക്ക് എന്ന് പറഞ്ഞാൽ കെടാത്ത വിളക്കല്ല, കെടാൻ പാടില്ലാത്ത വിളക്കാണ്. നമ്മൾ അതിനെ നിതാന്തമായി ശ്രദ്ധിക്കണം. കാറ്റ് കയറുന്നുണ്ടോ, എണ്ണ കുറയുന്നുണ്ടോ, തിരി കഴിയുന്നുണ്ടോ, കാറ്റ് കയറുന്നുണ്ടോ എന്ന് നിരന്തരം നമ്മൾ ശ്രദ്ധിച്ചിരുന്നാലാണ് നമുക്കതിനെ കെടാവിളക്കാക്കി നിർത്താൻ പറ്റുള്ളൂ. ഇതുപോലെ ലോകത്തിന്റെ നിലനിൽപ്പിന് ഏറ്റവും ആവശ്യമുള്ള ധർമ്മമാണ് സനാതന ധർമ്മം. ഈ ധർമ്മം സനാതനമാക്കി നിലനിർത്തണമെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും നിരന്തരമായ ശ്രദ്ധ വേണം. ഈ വിളക്ക് ശ്രദ്ധിക്കുന്ന പോലെ തന്നെ കാറ്റ് കയറുന്നുണ്ടോ, എണ്ണ തീരുന്നുണ്ടോ, കരി കയറുന്നുണ്ടോ, തിരി കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കി നമ്മൾ സംരക്ഷിച്ചാൽ വിളക്ക് കെടാണ്ട നിൽക്കും. നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിലോ വിളക്ക് എപ്പോൾ കെട്ടുമെന്ന് ചോദിച്ചാൽ മതി. കെടാത്ത വിളക്കില്ല. അല്ലെങ്കിൽ പിന്നെ വല്ല ഇലക്ട്രിക് ലൈറ്റും കത്തിച്ച് വെക്കരുത്, അതും കരണ്ട് പോയാൽ പോകും. അതല്ലാതെ നമ്മൾ എണ്ണ ഒഴിച്ച് കത്തിക്കുന്ന വിളക്കൊക്കെ കെടും. പക്ഷെ കെടാതെ കാക്കാൻ നമ്മളെ കൊണ്ട് കഴിയും. കെടാവിളക്കുകൾ ചില വീടുകൾ സംരക്ഷിക്കുന്നുണ്ട്, ചില ക്ഷേത്രങ്ങളിൽ കെടാവിളക്കുണ്ട്. പണ്ടൊക്കെ മരിച്ച കൊല കഴിയോളം കെടാവിളക്ക് പണ്ട്, ഇപ്പൊ ഇല്ല. അതുകൊണ്ടാണ് പണ്ടെന്ന് പറഞ്ഞാല് കെടാവിളക്ക് കത്തിച്ചു വെക്കുന്നുണ്ട്. എങ്ങനെയാണ് നടക്കണത്? ഇപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ കത്തിച്ചു വെക്കാത്തത്? കെടുവോ എന്നുള്ള പേടിയോണ്ടാ കത്തിച്ചു വെക്കാത്ത. പല വീടുകളിൽ ഇപ്പൊ മരിച്ചാൽ കത്തിച്ചു വെക്കുന്നില്ല. എന്തുകൊണ്ട്? കെടുവോ എന്നുള്ള പേടി. അതെങ്ങനെയാ പേടി വരുന്നത്? പണ്ട് ഇത്രയൊന്നും എണ്ണയില്ല വീടുകളിൽ, കത്തിക്കാൻ ഒഴിക്കാൻ എണ്ണയില്ല, ജനലിന് വാതിലും ഉണ്ടാവില്ല പല വീടിനും. അന്ന് വിളക്ക് കെട്ടിയിരുന്നില്ല. എന്തുകൊണ്ട്? അവിടെ ഇരുന്നാ വിളക്ക് കെടുന്നുണ്ടോ നോക്കാം. മക്കളോ മരുമക്കളോ പേരക്കുട്ടികളോ ഉണ്ട്, നിരന്തരമായി ശ്രദ്ധിക്കും. ഇന്ന് അവിടെ ഇരുന്നാൽ നമുക്ക് നമ്മുടെ മൊബൈൽ ആരാ നോക്കുക? ബാക്കി കാര്യങ്ങൾ ആരാ ചിന്തിക്കുക? അപ്പൊ വിളക്കിന്റെ പാട്ടിന് പോകും, നമ്മൾ മൊബൈലിന്റെ വഴിക്കും പോകും. അതുകൊണ്ട് തന്നെ നമുക്കിന്ന് കത്തിച്ച് വെക്കാൻ ധൈര്യമില്ല എന്നതാണ് സത്യം. അപ്പൊ കെടാവിളക്ക് കെടാതെ കാക്കേണ്ടത് കത്തിച്ചവന്റെ ഉത്തരവാദിത്വമാണെങ്കിൽ, ഇതുപോലെ സനാതന ധർമ്മത്തെ സനാതനമാക്കി നാശമില്ലാത്തതോ മാറ്റമില്ലാത്തതോ ആയി നിലനിർത്തേണ്ട ഉത്തരവാദിത്വം ധർമ്മികളായ നമുക്കുണ്ട്. ഇതൊക്കെ നന്നാക്കി തരണേ എന്ന് പറയൽ മാത്രമല്ല നമ്മുടെ ഉത്തരവാദിത്വം, ഇതൊക്കെ നിലനിർത്തി കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പോ അവതാരം കണ്ടു തൊഴുത് സനാതന ധർമ്മത്തിന്റെ മഹിമ മനസ്സിലാക്കി കൊള്ളാം കൊള്ളാം കേമം കേമം എന്ന് പറഞ്ഞ് അല്ലെ കൈയടിച്ച് തിരിച്ചു പോവുക എന്നതിനപ്പുറത്ത് ഈ അവതാര മഹിമകളെ പോലെ ഞാൻ എന്ത് ചെയ്തു ധർമ്മത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി എന്ന് ഓരോരുത്തർക്കും ചോദിക്കാനുള്ളൊരു മനസ്സ് ഉണ്ടാക്കിയാൽ, ആ മനസ്സുണ്ടായാൽ ധർമ്മം സനാതനമായി എന്നെന്നും നിലനിൽക്കും. ഇവിടെ നമ്മള് മത്സ്യക്കൂർമ്മ, വരാഹ, നരസിംഹം, അല്ലെ വാമനൻ വരെയുള്ള അവതാരങ്ങൾ നിങ്ങൾ ഇന്നലെ വരെ കണ്ടു തൊഴുതു. ഇന്ന് നമ്മൾ കണ്ടു തൊഴുന്നത് പരശുരാമ അവതാരമാണ്. നിങ്ങളെ പോലെ തന്നെ അതിനുള്ള ഭാഗ്യം എനിക്കും ഉണ്ടായി. പരശുരാമ അവതാരത്തെ പറ്റിയിട്ട് എന്താണ് ഈ അവതാരത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്? സനാതന ധർമ്മ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പരശുരാമ അവതാരത്തിൽ സനാതന ധർമ്മ പ്രഭാഷണ പരമ്പരയാണ്. അകത്തുനിന്ന് അല്ലെ ഭഗവാനെ ചാർത്തിയിരിക്കുന്നത് പരശുരാമ വേദമാണ്. അപ്പോ ഇത് രണ്ടും വെച്ചുകൊണ്ട് സനാതന ധർമ്മ സംരക്ഷണത്തിന് പരശുരാമ മാസിയിൽ പരശുരാമ അവതാരത്തിൽ നിന്ന് നമുക്ക് എന്താണ് പഠിക്കാനുള്ളത് എന്ന് ചിന്തിച്ചു നോക്കുക. മഹാവിഷ്ണുവിന്റെ അവതാരമാണ് പരശുരാമൻ. അത്രയും കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അവതാരങ്ങളിൽ ചിരഞ്ജീവി, അവതാരം എപ്പോഴും നമുക്ക് പ്രാർത്ഥിച്ചാൽ നമുക്ക് അല്ലെ എല്ലാ അനുഗ്രഹവും കിട്ടുമെങ്കിലും ചിരഞ്ജീവിയായി ഇന്നും നമ്മളോടൊപ്പമുള്ള അവതാരം ഒന്നേ ഉള്ളൂ, അത് പരശുരാമൻ. ചിരഞ്ജീവികളിൽ ഒരാളാണ് പരശുരാമൻ. അപ്പോ ഇപ്പോഴും ത്രേതായുഗം തൊട്ട് ഇങ്ങോട്ട് അല്ലെ നമ്മുടെ ദ്വാപരയുഗത്തിലും ത്രേതായുഗത്തിലും കലിയുഗത്തിലും ഒരുപോലെ ആവർത്തിച്ചു വരുന്ന ആ കഥകളിലൊക്കെ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന മരണമില്ലാത്ത അവതാരമാണ് പരശുരാമ അവതാരം. അപ്പൊ മരിച്ചിട്ടില്ല, നമ്മളിലൊക്കെ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ കൂട്ടിയാൽ പറ്റും അല്ലെ. അപ്പം ചിരഞ്ജീവിയായ അവതാരമാണ്, എന്നും നിലനിൽക്കേണ്ടുന്ന അവതാരമാണ് പരശുരാമ അവതാരം. അതെന്താണ് പരശുരാമ അവതാരത്തിന് അങ്ങനെ നമുക്ക് എന്നെന്നും ഈ കലിയുഗത്തിലും നമുക്കത് ചൈതന്യം മാത്രം പോരാ, പരശുരാമന്റെ ചൈതന്യം മാത്രം പോരാ, പരശുരാമനായി തന്നെ വേണം, ചിരഞ്ജീവിയായി തന്നെ വേണം എന്നുള്ള ആ സങ്കല്പം എന്തായിരിക്കാം നമ്മളിൽ എത്തിയിരിക്കുന്നത്. അവിടെ എന്തിനാണ് പരശുരാമ അവതാരം ഉണ്ടായത്? അവതാരങ്ങളുടെയൊക്കെ കഥ നമ്മൾ ചെറിയ 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 രൂപത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ലേ? മീൻ അവതാരം ഉണ്ടായത് വേദങ്ങൾ വീണ്ടെടുക്കാനാണെന്നും, കൂർമാവതാരം ഉണ്ടായത്
മന്ധര പർവ്വതത്തെ അല്ലെ പാലാഴി കടയുമ്പോൾ എന്തിനു വേണ്ടിയാ കടഞ്ഞത്? അമൃത് കിട്ടാൻ. ആ പാലാഴി കടയുമ്പോൾ താണുപോകുന്ന മന്ധര പർവ്വതത്തെ ഉയർത്തി തുലന നില പാലിക്കാൻ വേണ്ടിയാണെന്നും വരാഹാവതാരം ഭൂമിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണെന്നും നരസിംഹം ഭക്തരക്ഷയ്ക്ക് വേണ്ടിയാണെന്നും അല്ലേ വാമനൻ ഈ മറ്റേ അധികാരം കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തുകൊണ്ടോ ഉണ്ടാകുന്ന അഹങ്കാരത്തെ ശമിപ്പിച്ചുകൊണ്ട് ഭക്തന് മുന്നിൽ ഭഗവാന്റെ വലിപ്പം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണെന്നും. ആദ്യം അഹങ്കാരത്തോടെ നോക്കുമ്പോൾ 3 അടിയാണല്ലോ ഭഗവാന്റെ വലിപ്പം. ഭഗവാൻ 3 അടിയല്ല ത്രിവിക്രമനാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, ഭക്തന്റെ മുന്നിൽ ഭഗവാന്റെ വലിപ്പം എന്താണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തിക്കൊണ്ട് അഹങ്കാരം ശമിപ്പിക്കുന്ന വാമനാവതാരമായിട്ട് ഒക്കെ വന്നതിന് ശേഷമാണ് പരശുരാമാവതാരമായിട്ട് അല്ലെ വന്നിരിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ ക്രോധത്തിന്റെ പര്യായമാണോ എന്ന് തോന്നുന്ന വിധത്തിൽ കഥകളിയിൽ പരശുരാമവേഷം കെട്ടാൻ എല്ലാവരെയും കൊണ്ട് കൂട്ടിയാൽ പറ്റുമോ? നല്ല ആരോഗ്യമുള്ളവരെ കൊണ്ടേ പറ്റുള്ളൂ അല്ലേ. പരശുരാമ വേഷം കെട്ടണമെങ്കിൽ നല്ല ചവിട്ടുതൊഴിൽ നടത്തണം സ്റ്റേജിന്മേൽ. നല്ല ആരോഗ്യമുള്ളവർക്കേ പരശുരാമന്റെ ആ വേഷം രംഗത്ത് അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ക്രോധത്തിന്റെ പര്യായമായിട്ട്, യുവത്വത്തിന്റെ പ്രതീകമായിട്ട്, ശക്തിയുടെ പ്രതീകമായിട്ട് ഒക്കെയാണ് നമ്മൾ ആരെ കാണുന്നത്? പരശുരാമനെ കാണുന്നത്. കാരണം ശക്തിയുള്ള ക്രോധമുണ്ട്, ഒപ്പം തന്നെ ശക്തിയുണ്ട്. ഇതെല്ലാം നിറഞ്ഞ അവതാരമായിട്ടാണ് പരശുരാമൻ നമുക്ക് മുന്നിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഈ കലികാലത്തും നമുക്ക് മുന്നിൽ നിറഞ്ഞു നിൽക്കുന്നു. എന്തിനായിരുന്നു അവതാരം? നമ്മൾ എളുപ്പം പറയും എന്തിനായിരുന്നു? ക്ഷത്രിയ നിഗ്രഹം നടത്താൻ. എണ്ണിക്കൊണ്ട് 21 വട്ടം ഭൂമിയിലെ ക്ഷത്രിയരെ മുഴുവൻ നിഗ്രഹിച്ചു. ഇതെന്താ കൂട്ടക്കൊലപാതകി, ഭീകരവാദി. എണ്ണിക്കൊണ്ട് 21 വട്ടം അല്ലെ ചുറ്റിക്കറങ്ങി ക്ഷത്രിയരെ മുഴുവൻ കൊന്നൊടുക്കി. എന്നിട്ട് ക്ഷത്രിയരില്ലേ പിന്നെ ഭൂമിയിൽ? അവസാനിച്ചു. ക്ഷത്രിയര് പിന്നെ ഉണ്ടല്ലോ. എണ്ണിക്കൊണ്ട് 21 വട്ടാണ് തുടച്ച് നീക്കിയെങ്കിൽ പിന്നെ അങ്ങനെ ഒരു സംഗതി ഉണ്ടാവും ഇവിടെ ഭൂമിയിൽ? എവിടെയല്ലോ നോക്കിയിട്ട് അവിടെയൊക്കെ പോയി നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് അങ്ങനെ മറ്റേ രക്തപ്പുഴ ഒഴിക്കുന്നൊക്കെയാണ് നമ്മുടെ മനസ്സിന്റെ സങ്കല്പം. നമ്മൾ പരശുരാമനെ പറ്റി ധരിച്ചു വെച്ചിരിക്കുന്നത് 21 വട്ടം ക്ഷത്രിയ നിഗ്രഹം നടത്തിയിട്ട് ഭൂമിയെ രക്ഷപ്പെടുത്തി. എന്തിനാ ക്ഷത്രിയ നിഗ്രഹം നടത്തി ഭൂമിയെ രക്ഷപ്പെടുത്തുന്നത്? അവതാരങ്ങളൊക്കെ ഭൂമിയെ രക്ഷിക്കാനും ധർമ്മരക്ഷയ്ക്കും വേണ്ടിയല്ലേ? പരശുരാമ അവതാരം വ്യത്യാസമാകില്ലല്ലോ. കൊല്ലാൻ വേണ്ടിയിട്ടൊരു അവതാരം, ജനങ്ങളെ തുടച്ചു നീക്കാൻ വേണ്ടിയിട്ടൊരു അവതാരം, ഒരു വിഭാഗത്തെ തന്നെ ഇല്ലാതാക്കാൻ ഒരു അവതാരം, അങ്ങനെ വരുമോ? ഇല്ല. എപ്പോഴും ഭൂമിദേവിയുടെ ആഗ്രഹപ്രകാരമാണ് അവതാരങ്ങൾ ഉണ്ടാകുന്നത്. ഇവിടെ അതെ ഈ ദുഷ്ട ഭരണാധികാരികളുടെ അതിന് കുറച്ച് ഭാരം കൂടും. ദുഷ്ടരുടെ ഭാരം കൂടും, ദുഷ്ടഭരണാധികാരികളുടെ ഭാരം കൂടും. അവരെ കൊണ്ട് പൊറുതി മുട്ടിയ ഭൂമിദേവി എല്ലാ അവതാരങ്ങളുടെയും പിന്നെ അരങ്ങൊരുങ്ങുന്നത് അങ്ങനെയാണ്. ബ്രഹ്മാവിൻ്റെ അടുത്തും പരമശിവന്റെ അടുത്തും അവസാനം മഹാവിഷ്ണുവിന്റെ അടുത്തൊക്കെ എത്തി ഇതിനെന്ത് പരിഹാരം എന്ന് ചോദിക്കുമ്പോഴാണ് ജമദഗ്നി മഹർഷിയുടെയും ഭൃഗുവംശത്തിൽ ജമദഗ്നി മഹർഷിയുടെയും രേണുകയുടെയും മകനായി ഭഗവാൻ പരശുരാമാവതാരം എടുക്കുന്നത്. അവരുടെ ചെറിയ മകനായിട്ട്, 5ാമത്തെ മകനായിട്ട് പരശുരാമാവതാരം എടുക്കുന്നത് ഭൂമിദേവിയുടെ ആഗ്രഹപ്രകാരം ഈ ദുഷ്ട ഭരണാധികാരികളെ ഇല്ലാതാക്കാൻ. അപ്പൊ പരശുരാമാവതാരം എന്തിനാണ്? ക്ഷത്രിയ കുലത്തെ നിഗ്രഹിക്കാനല്ല, പ്രജകളെ സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കുന്ന, ആ രാഷ്ട്രത്തെ ഏറ്റവും നന്നായി പരിപാലിക്കാൻ കഴിയാത്ത ഭരണാധികാരികൾ, പ്രജകളെ പോലെ മക്കളെ പോലെ കാണാൻ കഴിയാത്ത അല്ലെ അവനവന്റെ കാര്യത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഭരണാധികാരികൾ, അങ്ങനത്തെ ഭരണാധികാരികളെ തുടച്ചു നീക്കുക എന്ന ഉദ്ദേശം തന്നെയാണ് പരശുരാമ അവതാരത്തിൽ. അത് ഒന്നുകൂടി മനസ്സിലാക്കും. അടുത്ത അവതാരം രാമോ രാമശ്ച രാമശ്ചല്ലേ, അടുത്തത് രാമനാണല്ലോ, അടുത്തത് ശ്രീരാമനാണ്. പരശുരാമ അവതാരത്തിന് ശേഷം വരുന്ന ശ്രീരാമ അവതാരം. ഈ ശ്രീരാമനും പരശുരാമനും തമ്മിൽ കണ്ടുമുട്ടുന്ന രംഗമുണ്ട്, രാമായണത്തിലുണ്ട്. അത് കണ്ടാൽ നമുക്ക് ഈ അവതാരം ഒന്നും കൂടി മനസ്സിലാവും. ആ സമയം ഒന്ന് ഓർത്തെടുത്താൽ എന്താണ് പരശുരാമ അവതാരം കൂടുതൽ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം. സീതാ സ്വയംവരം കഴിഞ്ഞ് ശ്രീരാമചന്ദ്രനും ആ സ്വയംവര സംഘവും ഒരു സീതാദേവിയെയും കൊണ്ട് മടങ്ങി വരുമ്പോൾ ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമൻ ത്രിഭുവനത്തിങ്കൽ എന്നൊക്കെ ചോദിച്ച് പരശും ചുഴറ്റി അങ്ങനെ മുന്നിൽ വന്നിട്ട് തടഞ്ഞു നിൽക്കുകയാണ്. പരശുരാം മുന്നോട്ട് പോകാൻ നിന്നില്ല. ഞാനാണ് രാമൻ, ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമൻ ത്രിഭുവനത്തിങ്കൽ, ഈ മൂന്ന് ഭുവനത്തിലും ഞാൻ ഒഴിഞ്ഞ് മറ്റൊരു രാമനുണ്ടോ, നീ ഏത് രാമൻ എന്നൊക്കെ ചോദിച്ച് ചാടിക്കളിച്ച് മുന്നിൽ വന്ന് ആ സ്വയംവര സംഘത്തെ, വിവാഹിത സംഘത്തെ തടഞ്ഞു നിർത്തുന്ന ശ്രീരാമൻ. അപ്പൊ ശ്രീരാമൻ ദശരഥൻ ക്ഷത്രിയനായിരുന്നു. ദശരഥനെ ആരും കൊന്നിട്ടില്ല, പരശുരാമൻ കൊന്നിട്ടില്ല. ദശരഥനും ദശരഥന്റെ പിതാക്കന്മാരും ഒക്കെ ആ രഘുവംശം മുഴുവൻ ക്ഷത്രിയർ തന്നെയാണ്. പക്ഷെ രഘുവംശത്തെ നിഗ്രഹിച്ചിട്ടില്ല. ഇപ്പൊ ശ്രീരാമന്റെ മുന്നിൽ വരുന്നു, തടയുന്നു അല്ലെ. അവസാനം നീ ശൈവജാപം ഒടിച്ചാണ് വന്നത് എന്ന് കേൾക്കുന്നു. ഈ വൈഷ്ണവജാപം ഒടിക്കാൻ തന്നെ കൊണ്ട് കുട്ടിയാ പറ്റുമോ?
എന്ന് ചോദിക്കുന്നു, വൈഷ്ണവ ചാപം കൊടുക്കുന്നു, അല്ലെ അതില് മറ്റേ അമ്പെയ്യാൻ തയ്യാറായിക്കൊണ്ട് ലക്ഷ്യം ചോദിക്കുന്നു. ശ്രീരാമചന്ദ്രൻ ഒരു ബുദ്ധിമുട്ടും കൂടാതെ ആ വൈഷ്ണവ ചാപം ബന്ധിച്ച് ഞാൻ എങ്ങോട്ടാണ് അമ്പെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നു. ചോദിക്കുമ്പോൾ പരശുരാമൻ പറഞ്ഞു, എന്റെ തപശക്തിയിലേക്ക് എഴുതുള്ളൂ. അങ്ങനെ തന്റെ ചൈതന്യം മുഴുവൻ ശ്രീരാമനിൽ ലയിപ്പിച്ച് തപസ്സിന് പോവുകയാണ് പരശുരാമൻ. അങ്ങനെയാണ് ആ കഥ പറയുന്നത്. തടഞ്ഞു നിർത്താൻ പറഞ്ഞ ശ്രീരാമചന്ദ്രനെ തടഞ്ഞു നിർത്തി ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമൻ ഇത്രിഭുവനത്തിങ്കൽ എന്ന് ചോദിച്ച് ക്രോധമൂർത്തിയായി ചാടിക്കളിച്ച പരശുരാമൻ തന്റെ വൈഷ്ണവ ചൈതന്യം കൂടെ ശ്രീരാമനിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് മഹേന്ദ്രഗിരിയിലേക്ക് തപസ്സിന് പോകുന്നു എന്നാണ്. അപ്പൊ എന്തേ ശ്രീരാമൻ ക്ഷത്രിയനല്ലേ? ഈ ഇപ്പൊക്കെ പറഞ്ഞ പോലെ മതം മാറുന്ന പോലെ ഒന്ന് വിഭാഗം മാറാൻ വല്ലതും ഞാൻ മാറിക്കോളാമേ എന്ന് പറഞ്ഞോ? എന്നെ ഒന്നും ചെയ്യരുത്, എനിക്കൊന്നും തന്നില്ലേലും വേണ്ടില്ല, ജീവൻ തന്നാൽ ഞാൻ മാറിത്തരാം എന്ന് പറഞ്ഞുവോ? ഇന്നത്തെ ഗതികേടൊന്നും ഉണ്ടാവാൻ വഴിയില്ലല്ലോ അല്ലേ? അപ്പൊ അതുകൊണ്ട് മറ്റേ വിഭാഗം മാറ്റിയോ? ഇല്ല, ശ്രീരാമൻ ക്ഷത്രിയൻ തന്നെയാണ്. അപ്പൊ ക്ഷത്രിയ നിഗ്രഹമായിരുന്നു അവതാര ഉദ്ദേശമെങ്കിൽ, ക്ഷത്രിയന്റെ ഒരു വംശം പോലും ഇവിടെ ഉണ്ടാകരുത് എന്നതായിരുന്നുവെങ്കിൽ ശ്രീരാമനെയും നിഗ്രഹിക്കണമായിരുന്നു. പക്ഷെ നിഗ്രഹിച്ചില്ല. പകരം തന്റെ ചൈതന്യം കൂടി, തന്നിലുള്ള വൈഷ്ണവ ചൈതന്യം കൂടി ശ്രീരാമനിലേക്ക് സന്നിവേശിപ്പിച്ചു. അപ്പോ എന്തിനായിരുന്നു ഈ നിഗ്രഹമൊക്കെ നടത്തിയത്? നല്ലൊരു ഭരണാധികാരിയെ തെരഞ്ഞു, ഉത്തമനായ ഒരു ഭരണാധികാരിയെ, ഭൂമിക്ക് ഭാരമുണ്ടാക്കുന്ന ഭരണാധികാരികളെയല്ല, അഴിമതിയോ അല്ലെങ്കിൽ സ്വജനപക്ഷപാതമോ അതുമല്ലെങ്കിൽ അല്ലെ ഒട്ടും രാജ്യത്തെ ചിന്തിക്കാത്ത ഭരണാധികാരികളെയല്ല, മറിച്ച് തന്റെ ജീവനേക്കാൾ, തന്റെ മക്കളെക്കാൾ, തന്റെ കുടുംബത്തെക്കാൾ രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന, തന്റെ ഭരണ വിഭാഗത്തെ സ്നേഹിക്കുന്ന ഒരു ഭരണകൂടം ഉണ്ടാക്കാൻ ശേഷിയുള്ള ഭരണാധികാരി. അത് 21 വട്ടം ഭരണമാറ്റം നടത്തി, ചില്ലറയൊന്നുമല്ല. ജനാധിപത്യത്തിലേക്ക് എത്തിച്ചു എന്ന് പറയാം. ആരാണ് രാജാവിനെ മാറ്റേണ്ടത്? രാജാവിനെ മാറ്റേണ്ട പ്രജയുടെ കടമയാണ് ആര് നിർവഹിച്ചത്? പരശുരാമൻ നിർവഹിച്ചത്. ദുഷ്ടമൂർത്തികളെയും അല്ലെങ്കിൽ അഴിമതിക്കാരെയും സ്വജനപക്ഷത്തെ ആ സ്ഥാനത്തിന് യോഗ്യരല്ലാത്തവരെ ചുറ്റി നടന്ന് 21 വട്ടം. അപ്പൊ പരശുരാമനാണ് ശ്രീരാമൻ അരങ്ങൊരുക്കിയത് എന്ന് പറയാം. ശ്രീരാമനെ നമ്മൾ മര്യാദ പുരുഷോത്തമനായി ധർമ്മ വിഗ്രഹമായി ഒക്കെ കാണുന്നു, ആദർശവാനായി കാണുന്നു. ആ ആദർശവാന്റെ സൃഷ്ടി നടത്തിയത് പരശുരാമനാണ്. അങ്ങനെ ഒരു ആദർശവാനെ ഉയർത്തിക്കൊണ്ടുവന്നത് പരശുരാമനാണ്. എന്തുകൊണ്ട്? അതുവരെ അതല്ലാത്തവരെ മുഴുവൻ നിഷ്കാസനം ചെയ്തു. അതല്ലാത്തവരെ മുഴുവൻ അത്തരക്കാരല്ല, അവരല്ല ഭരിക്കേണ്ടത്, അവരല്ല ഇരിക്കേണ്ടത്. അങ്ങനെ 21 വട്ടം നടത്തിയ ശുദ്ധീകരണത്തിന്റെ ബാക്കിയാണ് മര്യാദ പുരുഷോത്തമനും ധർമ്മ വിഗ്രഹവുമായ അയോധ്യയുടെ. മാത്രമല്ല, അതങ്ങനെ ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം ആ അയോധ്യയുടെ സന്ദേശം ഏറ്റുവാങ്ങാൻ കഴിയുന്ന കൃത്യമായ നല്ലൊരു ഭരണം, നമ്മുടെ സുവർണ കാലഘട്ടം എന്നൊക്കെ പറയുന്ന പോലുള്ള ഒരു ഭരണം കാഴ്ചവെക്കാൻ ശേഷിയുള്ള ഒരു ഭരണാധികാരിയെ സൃഷ്ടിച്ചതാരാണ്? പരശുരാമനാണ്. അപ്പോ ഇന്ന് ആധുനിക കാലത്ത് ജനാധിപത്യമാണ് പുലരുന്നത്. ജനാധിപത്യത്തിൽ ജനങ്ങൾ ആരാകണം? നമ്മൾ കണ്ടു തൊഴുതു പോകുന്നുണ്ടല്ലോ. ജനാധിപത്യത്തിൽ ജനങ്ങൾ ആരാകണം? ലോകത്തെ എവിടെയും ജനങ്ങൾ ആരാകണം? ജനങ്ങൾ പരശുരാമനാകണം. ലോകത്തെ എല്ലായിടത്തും ഓരോ, കേരളത്തിന്റെ കാര്യം മാത്രമല്ല, ഭാരതത്തിന്റെ കാര്യമല്ല, അല്ല ഏഷ്യയുടെ കാര്യമല്ല പറയുന്ന, ലോകത്തെല്ലായിടത്തും ജനാധിപത്യം ഭംഗിയായി പുലരണമെങ്കിൽ ഓരോ വ്യക്തിയും താൻ പരശുരാമനാണ് എന്ന ധാരണയുണ്ടാകണം. ഭൂമിയുടെ ഭാരം വർദ്ധിപ്പിക്കുന്ന അരുതാത്ത ഭരണാധികാരികളെ നിഷ്കാസനം ചെയ്ത് ലോകത്തിന് വേണ്ടി അല്ലെങ്കിൽ നാടിന് വേണ്ടി ഭരിക്കുന്ന, പ്രജകളെ മക്കളെ പോലെ കരുതുന്ന, രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണം? തൻ്റെ പേരിന് വേണ്ടി എന്ത് ചെയ്യണം എന്നല്ല, നാളെ എൻ്റെ പേര് ചരിത്രത്തിൽ ഭംഗിയായി ചാർത്തപ്പെടാൻ എന്ത് ചെയ്യണം എന്നുള്ളതല്ല, മറിച്ച് നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, അതിനു വേണ്ടി രാത്രി ചീത്തപ്പേര് കേട്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല. നാട് 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 എന്ന് മാത്രം ചിന്തിക്കുന്ന ഭരണാധികാരിയെ ഉണ്ടാക്കുന്ന പരശുരാമന്മാരായിട്ട് ഓരോ ജനങ്ങളും മാറിയാൽ അവിടെയാണ് നമ്മളൊക്കെ കാണുന്ന ആദർശ സുന്ദര സുരഭിലമായ ഒരു ലോകം എന്നൊക്കെ പറയില്ലേ. കവികൾക്ക് പറയാൻ കുറേയും കൂടി നിങ്ങളൊക്കെ പറഞ്ഞു കിട്ടാൻ പറ്റും. അങ്ങനെയുള്ള വിശേഷണങ്ങളൊക്കെ പറയാൻ പറ്റുന്ന വിധത്തിൽ ഉണ്ടാവുക. പരശുരാമന്റെ ഓരോ കഥയും നോക്കിയാൽ ഈ അവതാര മഹിമ ഇത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കർത്തവീര്യാർജുനന്റെ വധം പരശുരാമനുമായി ബന്ധപ്പെട്ട് നമുക്കറിയുന്ന ഒന്നാണ്. 1000 കൈയുള്ള ആളാത്രേ. 2 കൈ കൊണ്ടൊക്കെ കട്ടാൽ എന്താവണ്? 2 കൈ കൊണ്ട് ഒപ്പിട്ട് കൊടുക്കാൻ പറ്റും, പക്ഷെ അഴിച്ചുകൊണ്ട് പോകണമെങ്കിൽ വേറെ ആൾക്കാരുടെ കൈ വേണ്ടേ? ഭഗവാനെ ആണെങ്കിലും അല്ലെങ്കിൽ ഭഗവാന്റെ എന്ത് സാധനമാണെങ്കിലും അഴിച്ചുകൊണ്ട് പോകാൻ 2 കൈ പോരാ, അതിന് 1000 കൈകൾ. ഇപ്പൊ പലരുടെയും കൈ വേണം. പക്ഷെ കാർത്തവീര്യാർജുനന് സുഖമായിരുന്നു, സ്വന്തമായിട്ട് തന്നെ 1000 കൈയുണ്ട്.
ഒപ്പിടണതും സ്വന്തം കൈകൊണ്ട് തന്നെ, അഴിക്കണതും സ്വന്തം കൈകൊണ്ട് തന്നെ, കൊണ്ടുപോകണതും സ്വന്തം കൈകൊണ്ട് തന്നെ, നിൽക്കണതും സ്വന്തം, എല്ലാം സ്വന്തം. കാരണം 1000 കൈ കിടക്കല്, ഇതൊക്കെ കഴിഞ്ഞാൽ ബാക്കി കൈയുണ്ട്. ഈ ചെയ്യണതൊക്കെ കേമാണെന്ന് വന്ന് കൈയടിക്കാനും കുറെ ബാക്കിയുണ്ട്. തൻ്റെ വേറെ ആരും കൈയടിച്ചില്ലെങ്കിൽ അവനോ തന്നെ കൂട്ടി കൈയടിക്കാൻ ഇഷ്ടം പോലെ ജനക്കൂട്ടം കൈയടിച്ചു എന്ന് പറഞ്ഞ വിധത്തിൽ ഇതൊക്കെ അവനവൻ്റെ തന്നെ ഉണ്ട്. അതുകൊണ്ട് സഹസ്രകാരനാണ്. 1000 കൈ ഉണ്ടത്രേ. നർമ്മദാ നദിയിൽ ഈ കയ്യാണ്ട് വെച്ചപ്പോൾ വെള്ളത്തിന്റെ ഒഴുക്കാണ് നിന്നത്. നർമ്മദാ നദി അണ കെട്ടിയ മാതിരി 1000 കൈ കൊണ്ടുകൂടി പാവൻ രാവണൻ താഴെ കുടുങ്ങിയില്ലേ. മുപ്പര് താഴെ വെള്ളത്തിൽ അർച്ചന ഇതൊക്കെ കുളിച്ച് പൂജയൊക്കെ നടത്തുക, ശിവപൂജയൊക്കെ നടത്തുക. നോക്കുമ്പോ വെള്ളം നിന്നു. എന്താ ഇഷ്ടം മുകളില് തടഞ്ഞാ വെച്ചു. മുകളിൽ 1000 കൈ അതിനുള്ളിലാണ് വെച്ചപ്പോ നർമ്മദയിൽ ഒരു തുള്ളി വെള്ളം കീഴ്പ്പെട്ട് വരില്ല. അത്ര കേമനാണ്. നർമ്മദയെ പിടിച്ച പിടിയിൽ നിർത്തി. ഇതിന് യുദ്ധം ചെയ്യാൻ വന്ന രാവണനെ ഒരു പാഠം പഠിപ്പിച്ചു. 10 തലയും മുപ്പർക്ക് 20 കൈയല്ലേ, ഇവിടെ 1000 കൈയാണ്. അവിടെ 10 തലയുടെ കുബുദ്ധിയുണ്ട്. അതുവരെ കാര്യം. 10 തലയുടെ കുബുദ്ധിയുണ്ട്, 20 കൈയിന്റെ കരുത്തുണ്ട്. ഇവിടെ 1000 കൈയിന്റെ കരുത്തുമായിട്ടാണ് നിൽക്കണതേ. അപ്പോൾ ആ രാവണനെ അവരൊരു പാഠം പഠിപ്പിച്ച അത്രയും വലിയൊരു പ്രതിഭയോ പ്രതിഭാസമോ ഒക്കെയാണ് ആര്? കർത്തവീര്യാർജുനൻ. ഈ കർത്തവീര്യാർജുനൻ രാജാവാണ്, ഹേഹയ വംശത്തിന്റെ രാജാവാണ് അല്ലേ. ജമദഗ്നി മഹർഷിയുടെ ആശ്രമത്തിലെത്തുന്നു. പരശുരാമൻ ഇല്ലാത്ത സമയമാണ്. പരശുരാമൻ ശിവഭഗവാന്റെ അടുത്ത് ചെന്ന കൈലാസത്തിൽ ശിവഭഗവാന്റെ ശിഷ്യനും കൂടിയാണ്. ആ സമയത്താണ് ജമദഗ്നി മഹർഷിയുടെ ആശ്രമത്തിൽ കർത്തവീര്യാർജുനനും സംഘവും ആകെ നായാട്ടിനൊക്കെ പോയി ക്ഷീണിച്ച് അവശനായി വിശന്ന് ക്ഷീണിച്ചിട്ടാ ചെല്ലണത്. എന്താ ആശ്രമത്തിൽ ചെന്നാ കിട്ടുക അല്ലെ? അവിടെ എന്താ ഉണ്ടാവുക? പക്ഷെ അവരുടെ പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് ഇവർക്ക് സുഭിക്ഷമായ സദ്യ കൊടുത്തു. ക്ഷീണിച്ച് വലഞ്ഞു വരുന്നവർക്ക് സുഭിക്ഷമായ സദ്യ. ഇതെങ്ങനെ നടന്നു ഒരു ആശ്രമത്തിനകത്ത്? അപ്പോഴാണ് സംഗതിയുടെ സീക്രറ്റ് മനസ്സിലായത്. അവിടെ ഒരു പശുവുണ്ട്. ചോദിച്ചാൽ എന്തും കൊടുക്കുന്ന ഒരു പശു, കാമധേനു അല്ലെങ്കിൽ സുരഭി എന്നൊക്കെ പറയാവുന്ന ഒരു പശു ഉണ്ട് അവിടെ അല്ലേ. അങ്ങോട്ട് ചോദിക്കേ വേണ്ടു, ചോദിച്ചത് മുഴുവൻ ചൊരന്ന് തരുന്ന ഒരു പശു കാമധേനു ഉണ്ട് അവിടെ. ഇത് രാജാവായി എനിക്കല്ലേ വേണ്ടത്? ഈ പച്ചവെള്ളം ചവച്ച് കുടിക്കുന്ന സ്വാമിക്ക് ഇത് എന്തിനു വേണം? മഹർഷിക്ക് ഇത് എന്തിനു വേണം? എനിക്കല്ലേ വേണ്ടത് അല്ലേ? അതുകൊണ്ട് ഇതിനെ എനിക്ക് തരണം എന്ന് പറഞ്ഞു. കൊടുക്കുവോ? ആ ആശ്രമത്തിന്റെ മാത്രമല്ല അദ്ദേഹത്തിന്റെ ഭക്തിയുടെയും അദ്ദേഹത്തിന്റെ ദൈവകാരുണ്യത്തിന്റെയും ഫലമായി കിട്ടിയിട്ടുള്ളതാണ്. അപ്പൊ അത് വേറൊരാൾക്ക് കൊടുക്കാൻ പാടും. തനിക്ക് ദാനം കിട്ടിയൊരു വസ്തു തനിക്ക് വിലയില്ല പറഞ്ഞ് വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ മഹർഷിക്ക് ഒന്നിനും ആഗ്രഹം ഉണ്ടാവില്ല, എന്നാലും മഹർഷിക്ക് അത് കൊടുക്കാൻ പറ്റില്ല. മഹർഷിയുടെ ഭക്തിയുടെയും ഗുരുഭക്തിയുടെയും ഒക്കെ പ്രതീകമായിട്ട് കിട്ടിയതാണ്. അതെങ്ങനെയാ കൊടുക്കുക? അപ്പൊ ചോദിച്ചപ്പോ മാനം മര്യാദക്കണം, ഇത് തരാൻ പറ്റില്ല കേട്ടോ, വേറെ എന്താ വെച്ചാൽ തരാം. കാമധേനു തരണ സാധനങ്ങൾ എന്ത് വേണമെങ്കിലും അങ്ങോട്ട് തരാം, പക്ഷെ കാമധേനുവിനെ തരാൻ പറ്റില്ല. രാജാവ് വിടുവോ? ഈ രാജ്യത്തെ സമ്പത്തിനൊക്കെ ഉടയവൻ ആരാണ്? ഞാനാണ്. അത് അമ്പലത്തിലെ ആണെങ്കിലും വേണ്ടിയില്ല അല്ലെ, ട്രസ്റ്റുകളുടെ ആണെങ്കിലും വേണ്ടിയില്ല, അതിൻ്റെയൊക്കെ സ്വത്തിന്റെ അധികാരി ഞാനാണ് എന്ന് 20 കൈകളെ കൊണ്ട് ഇങ്ങനെ പറയണ കാർത്തവീര്യാർജുനനുണ്ടോ? വിട്ടുകൊടുക്കുന്നു. എനിക്ക് അങ്ങനെ വീഴണ പൈസയൊന്നും പോരാ, ഉടലോടെ മൂടോടെ എനിക്ക് കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞാൽ എനിക്ക് കാമധേനുവിനെയും കൊണ്ടേ ഞാൻ ഇവിടുന്ന് പോകുമെന്ന് പറഞ്ഞാൽ വല്ല നിർത്തിയുണ്ടോ? അവസാനം കാമധേനുവിനെ അവിടുന്ന് തട്ടിയെടുത്തുകൊണ്ട് പോകുന്നു. ഇതറിഞ്ഞ് വന്ന പരശുരാമൻ കർത്തവീര്യാർജുനനോട് ചെന്ന് ഏറ്റുമുട്ടുന്നു. കർത്തവീര്യാർജുനനെ വധിക്കുന്നു. കർത്തവീര്യാർജുനനെ വധിച്ചപ്പോൾ കർത്തവീര്യാർജുനന്റെ മക്കൾ വന്ന് ജമദഗ്നി മഹർഷിയെ ആകെ കൂടെ സംഗതി അടിക്കൊടുത്ത മുഴുവൻ പറയണ്ടല്ലോ. അപ്പൊ നമ്മുടെ ശ്രദ്ധ എവിടെ കിടക്കേണ്ടത്? കാമധേനു എവിടെ ഉണ്ടായിരുന്നത്? മഹർഷിയുടെ. അത് തട്ടിക്കൊണ്ടുപോകുന്ന കർത്തവീര്യാർജുനന്മാരെ എന്താ ചെയ്യേണ്ടത്? പരശുരാമനെ കണ്ട് തൊഴുതു പോന്നാ മതിയോ? മഹർഷിയുടെ ആശ്രമത്തിലുള്ള സമ്പത്തടക്കം അത് അവിടെയല്ല വേണ്ടത്, ഞങ്ങൾക്കാണ് വേണ്ടത് എന്ന് പറഞ്ഞ് തട്ടിക്കൊണ്ടുപോകുന്ന കർത്തവീര്യാർജുനന്മാർ 1000 കൈകളോടുകൂടി ഈ 2025 ഉണ്ടാവും, സംശയമൊന്നുമില്ല. അതൊന്നും കുറ്റിയേറ്റ് പോയിരുന്നെങ്കിൽ പരശുരാമൻ ചിരഞ്ജീവിയാകുമായിരുന്നില്ല. കർത്തവീര്യാർജുനൊക്കെ ഒന്നോടുകൂടി ഒറ്റ കർത്തവീര്യാർജുനെ ഈ ഭൂമിയിലുള്ളൂ എങ്കിൽ സംശയിക്കേണ്ട, പരശുരാമൻ ചിരഞ്ജീവിയാവില്ല. പരശുരാമൻ ചിരഞ്ജീവിയാണെന്ന സന്ദേശം വെച്ചത് ഈ കാർത്തവീര്യാർജുനന്മാരൊക്കെ എന്ന് 2025 എന്നും ഭൂമിയിലുണ്ടാകും. സ്വത്ത് അമ്പലത്തിലല്ല വേണ്ടത് അല്ലേ, സ്വത്ത് ആശ്രമത്തിലല്ല വേണ്ടത്. എവിടെയാ വേണ്ടത്? എന്നിട്ട് പോരട്ടെ 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 അല്ലേ. അതിന് എന്ത് തന്ത്രവും കുതന്ത്രവും ചെയ്യാൻ ഒരു മടിയും ഇല്ലാത്ത പരശുരാമന്മാരെ കണ്ട് കരയാനോ മറ്റേ കാർത്തവീര്യാർജുനന്മാരെ കണ്ട് കരയാനുള്ളവരാണോ നമ്മൾ? എന്നാലും ഇങ്ങനെയൊക്കെ പറ്റിയില്ലോ എൻ്റെ ഭഗവാനെ അല്ലേ. ഭഗവാൻ അവിടെ കണ്ണടച്ചിരിക്കുകയായിരുന്നു. ജമദഗ്നി മഹർഷി അവിടെ ഉള്ളപ്പോഴല്ലേ കൊണ്ടുപോയത് അല്ലേ? ജമദഗ്നി മഹർഷിക്ക് ശക്തി ഇല്ലാണ്ടാണോ? ശപിക്കാൻ ശേഷി ഇല്ലാണ്ടാണോ? അല്ലല്ലോ. അത് ഉത്തരവാദപ്പെട്ടവർ ചെയ്യട്ടെ.
അപ്പൊ ഭഗവാൻ അവിടെ കണ്ണും തുറന്നിട്ടല്ലേ ഇരിക്കുന്നത്, ഉറങ്ങിയിരിക്കുവോ, യോഗനിദ്രയിലിരിക്കുവോ? എങ്ങനെയാ ഇതൊക്കെ നടന്നത്? എത്രയോ ഭക്തരെ ഇപ്പൊ ചുറ്റും കണ്ടിട്ട് എങ്ങനെയാ ഇതൊക്കെ നടന്നത് ഭഗവാനേ എന്ന് കന്തം വിട്ട് കുന്തം മെഴുകി നിൽക്കണ്ട. എല്ലാ കാർത്തവീര്യാർജുനന്മാരും കത്തണ പരക്കി ഊരണ കഴിക്കോല് ലാഭം എന്ന് പറഞ്ഞിട്ട് എല്ലാ കാർത്തവീര്യാർജുനന്മാരും 1000 കൈ കൊണ്ട് അഴിച്ചെടുക്കാൻ പറ്റണതും ഇളകി പോരണതും ഒക്കെ, അല്ലെങ്കിൽ ഇളക്കാത്തത് ഇളക്കി എടുക്കെങ്കിലും ചെയ്യും. മല പിന്നെ പുഴയ്ക്കുക കിട്ടായിട്ട. അതുകൊണ്ട് മലയൊക്കെ അവിടെ ബാക്കി ഉണ്ടാവും. ബാക്കിയൊക്കെ ഇളക്കിയാ കിട്ടണ എന്തൊക്കെ മുതലുണ്ടോ അത് മുഴുവൻ ഇളക്കാൻ മടിയില്ലാത്ത കാർത്തവീര്യാർജുനന്മാരുടെ കൂടെ പോയിട്ടുണ്ടാവും എന്ന് പേറക്കുറ ബോധ്യം ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ കാർത്തവീര്യാർജുനന്മാർ റെഡി. പരശുരാമന്മാരുണ്ടോ? പരശുരാമനുണ്ടോ? അന്യായമായി ആ ആശ്രമത്തിന്റെ സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായിരുന്ന കാമധേനുവിനെ തട്ടിക്കൊണ്ടുപോയ കാർത്തവീര്യാർജുനനെ ഒരു പാഠം പഠിപ്പിച്ച് നിഗ്രഹിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പല അർത്ഥമുണ്ട്. നിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ഒരർത്ഥം മാത്രമല്ല, കൊല്ലുക എന്നുള്ള അർത്ഥം മാത്രമൊന്നുമല്ല അല്ലേ. ഒരു നമ്മള് മറ്റേ മഹാഭാരതത്തിൽ അശ്വത്ഥമാവ് ചിരഞ്ജീവിയാണ്, കൊല്ലാൻ കുട്ടിയാ പറ്റില്ലല്ലോ. പകരം എന്താ ചെയ്യുന്നത്? അതിനൊക്കെ പ്രതീകങ്ങളുണ്ട്. അപ്പൊ ഇതുപോലെ പ്രതികരിക്കാൻ നല്ല ഭരണകൂടങ്ങൾ ശ്രീരാമചന്ദ്രനെ അവരോധിക്കാൻ, ശ്രീരാമചന്ദ്രന്റെ വരവിന് കളമൊരുക്കാൻ കഴിയുന്ന കാർത്തവീര്യാർജുനന്മാരെ ഇല്ലാതാക്കിക്കൊണ്ട് ശ്രീരാമചന്ദ്രന്റെ വരവിന് കളമൊരുക്കാൻ കഴിയുന്ന പരശുരാമന്മാരായിട്ട് മാറാൻ സാധിച്ച കണ്ണീരും കയ്യും ഇല്ലാതെ സനാതന ധർമ്മത്തെ സംരക്ഷിച്ചു നിർത്താൻ നമുക്ക് കഴിയും. സനാതന ധർമ്മത്തിൽ 4 വേദമുണ്ട്, മറ്റേ അത്ര ഉപനിഷത്തുണ്ട്, ഇത്ര ഇതിഹാസമുണ്ട്, ഇത്ര പുരാണമുണ്ട്, ഇത്ര മറ്റതുണ്ട്. ഇതൊക്കെ ശരിയാ, ഇതൊക്കെ ശരിയാണ്. സ്വന്തം അവനവന്റെ വിശ്വാസവും ആചാരവും സമ്പത്തും സംരക്ഷിക്കാൻ കഴിയാതെ 4 വേദങ്ങളുണ്ട് ഞങ്ങൾക്ക് അല്ലേ, 900 ഉപനിഷത്തുകളുണ്ട്, പിന്നെ അതുണ്ട്, ശാസ്ത്രമുണ്ട്, സൂത്രമുണ്ട്, സൂക്തമുണ്ട്, ആനയുണ്ട്, ചേനയുണ്ട്, കുതിരയുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ഉപകാരത്തിന് ഇതൊന്നും ഇല്ല. ഈ വേദങ്ങൾ നമുക്ക് മുന്നിൽ വെച്ചിട്ട് പറയും ഇതൊക്കെ വെറും പൊട്ടയാണ്, ഇതൊക്കെ വെറും പൊട്ടാണ് അല്ലേ. പറഞ്ഞില്ലേ ഇവിടെ മറ്റേ കൗമാരപ്രായക്കാരെ പഠിപ്പിക്കാൻ 2000 മണ്ഡലം എനിക്ക് തോന്നുന്നത്. കുറച്ചു കാലം നിന്നു ആ പുസ്തകം. +1 വിദ്യാർത്ഥികളുടെ മലയാളം ഗദ്യത്തില് ഒരു പാഠം ഉണ്ടായിരുന്നു, വേദങ്ങൾ വന്ന വഴി. ചിലരെങ്കിലും അതൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. വേദങ്ങൾ വന്ന വഴി പഠിക്കണല്ലോ നമ്മള്. നമുക്ക് 4 വേദമുണ്ട്, അത്ര ഉപനിഷത്തിന്റെ ഇത്ര ഇതിഹാസം എന്ന് പറഞ്ഞവരാണല്ലോ നമ്മള്. വേദങ്ങൾ വന്ന വഴി എന്ന് പറഞ്ഞ് കൗമാരപ്രായക്കാരെ പഠിപ്പിക്കണം. എന്താ അറിയൂ, ഭാരതം കാർഷിക രാജ്യമുണ്ട്, കൃഷിയാണ് നമ്മുടെ മുഖ്യ തൊഴിൽ. ഈ കൃഷിയാണെങ്കിൽ മൺസൂണുമായുള്ള ചൂതുകളിയാണ്. മൺസൂണ് സമയത്ത് വന്നാൽ നമുക്ക് വിളവിറക്കാം, മൺസൂണ് സമയത്ത് പോയാൽ കൊയ്തെടുക്കാനും പറ്റും. മൺസൂണ് വരാൻ വൈകിയാൽ വിളവിറക്കാൻ വൈകും, പോവാൻ വൈകിയാൽ ഇത് വെള്ളത്തിലും വിള മുഴുവൻ വെള്ളത്തിലാവും. അതുകൊണ്ട് മൺസൂണുമായുള്ളൊരു ചൂതുകളിയാണ് നമ്മുടെ കൃഷി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മഴ സമയത്ത് വന്നാലേ വിളവിറക്കാൻ പറ്റൂ എന്നതുകൊണ്ട് നമ്മുടെ പൂർവികർ പ്രകൃതിയെ നിരീക്ഷിച്ചത്രയും എപ്പോഴാ മഴ വരിക. അവര് നോക്കുമ്പോൾ ഈ തവളകൾ കൂട്ടമായി പാടുമ്പോഴാണ് അത്രയും മഴ വരുന്നത്. പേക്രോം പേക്രോം പേക്രോ എന്നുള്ളത് രണ്ടാണോ? മഴ വരുമ്പോൾ പാടുകയാണോ, ഇവര് പാടുമ്പോൾ മഴ വരികയാണോ, അത് വേറെ കാര്യം. നമ്മുടെ പൂർവികർ ചിന്തിച്ചത്രേ തവളകൾ ഇതൊന്നും എന്റെ മക്കളല്ല കേട്ടോ, അതൊക്കെ പാഠപുസ്തകത്തിലുള്ളതാണ്, എന്റെ നിലയെ കൊണ്ടിടരുത്. തവളകൾ കൂട്ടമായി പാടുമ്പോഴാണത്രേ മഴ വരുന്നത്. നമ്മുടെ പൂർവികർ നിരീക്ഷിച്ചു. മഴ വൈകുകയാണ്, എന്ത് ചെയ്യാൻ പറ്റും? അന്ന് മിമിക്രി ട്രൂപ്പൊന്നും ഇല്ല, അവരെ വിളിച്ച് ഏർപ്പാടാക്കാൻ. തവളകളെ തല്ലി കരയിക്കാൻ പറ്റുമോ പിടിച്ചു കൊണ്ടുവന്നിട്ട്? ഇല്ലല്ലോ, എല്ലാ തവളകളും എടുത്താൽ. അപ്പൊ ഇവരെടുത്ത് തീരുമാനം എടുത്ത് ഒരു മിമിക്രി ട്രൂപ്പ്, അതെന്റെ വാക്കാട്ടോ, മിമിക്രി ട്രൂപ്പ് എന്നൊക്കെ ഉള്ളത് എന്റെ വാക്ക്, അതൊന്നും അതിൽ പറഞ്ഞിട്ടില്ല. തവളകളെ പോലെ ശബ്ദം ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ട് അന്നത്തെ നമ്മുടെ പൂർവികർ. മഴ വരാൻ വേണ്ടിയിട്ട് തവളകളെ പോലെ നമ്മൾ ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. അതാണ് അത്ര വേദങ്ങൾ. ഇത് കൗമാരപ്രായക്കാരെ ഇവിടെ പഠിപ്പിച്ചു. വേദങ്ങൾ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ അറിവുകൾ സമാഹരിച്ചിട്ടുള്ള, ഏറ്റവും പഴക്കമുള്ള അറിവ് സമാഹരിച്ച ഗ്രന്ഥമാണ് വേദങ്ങൾ. ഋഗ്വേദവും യജുർവേദവും സാമവേദവും അഥർവവേദവും. എത്ര ഗഹനമായ വിഷയങ്ങളാണ് അതിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത്. എന്ന വേദങ്ങൾ തവളകളെ പോലെ പേക്രോം 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 എന്ന് ശബ്ദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പൂർവികരെ പാടിയ വെറും മറ്റേ ശബ്ദമാണ് എന്ന് കൗമാരപ്രായക്കാരെ പഠിപ്പിച്ചു ഇവിടെ. അപ്പൊ നമ്മൾ പിന്നെ അതിന്റെ മഹിമ പറഞ്ഞത് വല്ല കാര്യമുണ്ടോ? നമ്മുടെ കുട്ടികളത് പഠിച്ചിട്ടാ വരുന്നത്. ഓ നിങ്ങളുടെ വേദി അല്ലേ, നീ എപ്പുറത്തേക്ക് വന്നാൽ പറയും നിങ്ങളുടെ മനുസ്മൃതിയെ ചോദിച്ചാൽ നമ്മുടെ എടുക്കും എല്ലാം പറഞ്ഞു കൊടുക്കണം. നമ്മളറിയ സാധനം കണ്ടിട്ടുണ്ടോ മനുസ്മൃതി? നിങ്ങളാരെല്ലാം കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടില്ല എന്ന് പറഞ്ഞാൽ മോശമല്ല, മോശം ആവാതിരിക്കാൻ വേണ്ടി കണ്ടു എന്നുള്ളതാ സത്യം. ഇതിങ്ങനെ പലയിടത്തും പറയുമ്പോൾ ഇത് ഞാനൊന്ന് വായിച്ചു നോക്കേണ്ടത്. ഞാൻ ഈ ഉലകം മുഴുവൻ നടന്നിട്ട് അവസാനം DC ബുക്സ് എന്നാണ് ഈ സാധനം കിട്ടിയത്. നമ്മുടെ ആരുടെയും വീടുകളിൽ പരമ്പരാഗതമായി ഈ സാധനം ഇല്ല.
നമ്മളെവിടെയും വെച്ച് രാമായണം പോലെ ഭാഗവതം പോലെ നമ്മുടെ അടുത്ത് ഇല്ലേ മുതൽ വായിച്ചേ പറ്റുന്നതിൽ അന്വേഷിച്ച് പോയത്. അപ്പൊ അടുത്ത ഘട്ടം വിളിക്കും മനുസ്മൃതിയിൽ അത് പറഞ്ഞിട്ടില്ലേ, മനുസ്മൃതിയിൽ. ഇങ്ങനെയാണ് സനാതന ധർമ്മത്തെ ഇല്ലാതാക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. സനാതന ധർമ്മം ഇല്ലാതാകണമെങ്കിൽ ആചാരം പോകണം, വിശ്വാസം പോകണം, അനുഷ്ഠാനം പോകണം, കുടുംബ ബന്ധങ്ങൾ പോകണം, പിന്നെ നിലനിൽക്കാനുള്ള ഇത്തിരി സമ്പത്ത് ഉണ്ടെങ്കിൽ അതും പോകണം. വേണ്ടേ? ചരിത്രത്തിന്റെ ഏടുകളിൽ ഭാരതത്തിലേക്ക് പടയോട്ടങ്ങൾ നടത്തിയവർ നടത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു? സമ്പത്ത് മോഷ്ടിക്കാൻ വേണ്ടി മാത്രമല്ല, സമ്പത്തിനോടൊപ്പം അവർക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു, സനാതന ധർമ്മത്തെ നശിപ്പിക്കുക. അവരാരും ഒളിച്ചു വെച്ചിട്ടൊന്നുമില്ല. സനാതന ധർമ്മത്തെ നശിപ്പിക്കാനുള്ള എളുപ്പ വഴിയായാണ് അവർ ക്ഷേത്രങ്ങളിലെ സമ്പത്ത് കൊള്ളയടിച്ചത്. സനാതന ധർമ്മത്തെ നശിപ്പിക്കണമെങ്കിൽ ആദ്യം ക്ഷേത്രങ്ങൾ നശിക്കണം. ആ ക്ഷേത്രങ്ങളിലെ സമ്പത്ത് മുഹമ്മദ് ഗസ്നി 17 വട്ടാണ് ഇന്ത്യ കൊള്ളയടിച്ചിരിക്കുന്നത്. മുഹമ്മദ് ബിൻ കാസിം സിന്ധ് ആക്രമിച്ചതും ഈ സമ്പത്ത് കൊള്ളയടിച്ച് സനാതന ധർമ്മത്തെ ഇല്ലാതാക്കുക. അപ്പൊ ഏകദേശം ഒരു AD 700-കളിൽ തുടങ്ങി ഈ ലോകം ശ്രദ്ധിച്ചിട്ടുള്ള ഒരു സമരമുറയാണ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു യുദ്ധമുറയാണ്. സനാതന ധർമ്മം ഇല്ലാതാകണമെങ്കിൽ അതിൻ്റെ സമ്പത്ത് ശോഷിപ്പിക്കണം. അപ്പൊ സനാതന ധർമ്മത്തെ നശിപ്പിച്ചേ അടങ്ങൂ എന്ന് പറയുന്നവർ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? സമ്പത്ത് നശിപ്പിക്കണം. സനാതന ധർമ്മത്തിന്റെ സമ്പത്ത് നശിപ്പിക്കണം. അപ്പൊ അങ്ങനെ കാർത്തവീര്യാർജുനന്മാർ നമുക്ക് സമൃദ്ധിയും സമ്പത്തും തരുന്ന കാമധേനുക്കളെ മോഷ്ടിച്ച് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? പരശുരാമനായി മാറുക എന്നുള്ളത് മാത്രമാണ്. അത് കഴിഞ്ഞില്ലെങ്കിൽ നമ്മളതിന്റെ ഭഗവാനെ എനിക്ക് വേണ്ടതൊക്കെ തരണേ എന്ന് മാത്രം പറഞ്ഞാൽ തനിക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കാത്ത ആളാണ് പരശുരാമൻ. തൻ്റേതെല്ലാം ദാനം കൊടുത്ത് പിന്നെ കടലിനോട് പോലും ദാനം മേടിക്കല്ല ചെയ്തത്. തനിക്ക് ഇത്തിരി ഭൂമി ഇനിയും വേണമെന്ന് പറഞ്ഞ് ദാനം മേടിക്കല്ല ചെയ്തത്. തൻ്റെ കയ്യിലുള്ള മഴ വീശി ചിലർക്ക് മുറം എന്നൊരു ചിലർക്ക് അങ്ങനെ ഒരു സങ്കല്പം ഉണ്ട്. എന്തായാലും അത് വീശി ഒരൊറ്റ ഏറാണ് ഗോകർണത്തുനിന്ന് ചെന്ന് വീണത് എവിടെയാ? കന്യാകുമാരിയില. അങ്ങനെ ആ ഗോകർണം മുതൽ കന്യാകുമാരി വരെ കടൽ നീങ്ങി കരയായ ഭൂപ്രദേശമാണ് ഈ പരശുരാമ ക്ഷേത്രമെന്നും ഭാർഗവ ക്ഷേത്രമെന്നും ഒക്കെ അറിയപ്പെടുന്ന കേരളം എന്ന് നമ്മൾ ഐതിഹ്യങ്ങളിൽ വിശ്വസിക്കുന്നു. അപ്പോ തനിക്ക് വേണ്ടത് അധ്വാനിച്ച് കണ്ടെത്തുന്ന സന്ദേശമാണ് പരശുരാമ പറഞ്ഞത്. ആരോട് എരന്ന് മേടിക്കല്ല, എനിക്ക് ഇത്തിരി ഭൂമി വേണട്ടോ എന്ന് പറഞ്ഞിട്ട് എരന്ന് മേടിക്കല്ല, താൻ തന്നെ കണ്ടെത്തുകയാണ്. വീശിയെറിഞ്ഞ് കടലിനെ കാതങ്ങൾ പുറകോട്ട് മാറ്റുന്ന ആ ശക്തി, കടലിനെ പോലും കാതങ്ങൾ വരണനോട് പറഞ്ഞിട്ടാണെങ്കിലും കാതങ്ങൾ പുറകോട്ട് മാറ്റി തനിക്ക് വീണ്ടും ദാനം കൊടുക്കാൻ ആഗ്രഹിച്ച് താൻ ഭൂമി കണ്ടെത്തുന്നു. അതുപോലും സ്വന്തമാക്കുന്നില്ല. അതിനുശേഷം ആള് മഹേന്ദ്രഗിരി പോയിട്ട് തപസ് ചെയ്യാണ്. ഈ ഭൂമിയുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായിട്ട് ഉണ്ടാക്കിയ ഭൂമി കൊടുങ്കാടാണ്. അല്ലേ? അവിടെയൊക്കെ നമുക്ക് ചോദ്യങ്ങളുണ്ട്. നമുക്ക് ചില കടലിൽ നിന്ന് വരുമ്പോൾ കാടോടുകൂടി വരുമോ എന്നുള്ള പ്രശ്നം. ഇളക്കം നിൽക്കണില്ല. ഇതൊക്കെ നമ്മുടെ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. കേരളത്തിന്റെ ചരിത്ര ഭൂമിശാസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഐതിഹ്യമാണിത്. കേവലം ഭഗവാനേ ഒരു മഴ ഇപ്പം കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ സ്ഥലം തികയണില്ല, കാരണം ജനസംഖ്യ ക്രമാതീതമായി പെരുകി വരുന്നു. ഭഗവാനെ ആ മഴുവിൻ്റെ എന്തെങ്കിലും ഒരു കഷ്ണം ഉണ്ടെങ്കിൽ ഒന്ന് തന്നാൽ ഞങ്ങൾ ഇത്രയും കൂടി ദൂരത്തേക്ക് അങ്ങോട്ട് എറിഞ്ഞു നോക്കായിരുന്നു എന്ന് പറഞ്ഞ് നിന്നൊരു കല നമ്മുടെ ചരിത്ര ഭൂമിശാസ്ത്രവുമായി അങ്ങനെ മറ്റേ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന ധർമ്മമല്ല സനാതന ധർമ്മം. യുക്തിയില്ലാത്ത ഒരു കാര്യവും നമ്മെ പഠിപ്പിക്കില്ല. കേരളം എന്ന ഭൂപ്രദേശം അതിൻ്റെ പാറകളുടെയും മണ്ണിൻ്റെയും പഴക്കം പരിശോധിച്ചാൽ ഈ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമല്ല. ദക്ഷിണേന്ത്യ മുഴുവൻ ഉപദ്വീപീയ പീഠഭൂമിയാണല്ലോ, അല്ലേ? ആ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമല്ല കേരളം എന്ന പ്രദേശം. തമിഴ്നാട്ടിലെ തീരപ്രദേശങ്ങളും അങ്ങനെ തന്നെ. ഇത് പിന്നീട് ഇതിനോട് കൂടിച്ചേർന്ന പിന്നീട് ഉണ്ടായതാണ്. പലവിധ ഭൂമിശാസ്ത്രകാരന്മാർക്ക് പല അഭിപ്രായങ്ങളുണ്ട്. പിന്നെ ഈ 44 നദികൾ ഒഴുക്കിക്കൊണ്ടുവന്ന അലൂവിയൽ സോയില്, അതിന്റെ അവശിഷ്ടങ്ങള്, അത് വീണടിഞ്ഞുണ്ടായ കരഭൂമിയാണ് കേരളം എന്ന് വിശ്വസിക്കുന്നതാണ്. കാരണം പശ്ചിമഘട്ടത്തിന്റെ മുകളിൽ വരെ കടൽ ജീവികളുടെ അസ്ഥി കണ്ടെത്തിയിട്ടുണ്ട്. കടൽ ജീവിയുടെ അസ്ഥി പശ്ചിമഘട്ടത്തിന്റെ മുകളിൽ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതെന്താ സൂചിപ്പിക്കുന്നത്? കടൽ അതുവരെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. അപ്പൊ അവിടെ നിന്ന് ഉത്ഭവിച്ചു വരുന്ന നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന അലൂവിയൽ സോയിൽ ഡിപ്പോസിറ്റ് ചെയ്തുണ്ടായ ഭൂമിയായിരിക്കാം. ഇനി അതുമല്ലെങ്കിൽ ഈ മഴുവെറിഞ്ഞ് അല്ലെ ഭൂമി എങ്ങനെ ഉണ്ടായതാ? കാരണം ഇളക്കം നിൽക്കണില്ല, പുതുഭൂമിയാണ്, ഇളക്കം നിൽക്കണില്ല. അങ്ങനെ നിർത്താനാണത്ര ഈ ക്ഷേത്രങ്ങളൊക്കെ. 108 ക്ഷേത്രങ്ങൾ മലനിരകളിലും ഇടനാട്ടിലും തീരപ്രദേശത്തും ഒക്കെയായിട്ട് ശാസ്താക്ഷേത്രങ്ങളും ദുർഗാക്ഷേത്രങ്ങളും ഒക്കെ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഐതിഹ്യങ്ങൾ വരുന്നത്. ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. പരശുരാമൻ വീശിയെറിഞ്ഞത് മഴുവാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു, അല്ലേ? കൊടുങ്കാടായിരുന്ന കേരളത്തെ
ജനവാസയോഗ്യമാക്കാൻ കാടുമായി ബന്ധപ്പെട്ട ആളുകൾ ജീവിക്കുന്നുണ്ടാകാം. അതുമല്ലാതെ നാടായി ജീവിക്കുന്നവർക്ക് വരാൻ കളമൊരുക്കിക്കൊണ്ട് നമ്മുടെയൊക്കെ ചരിത്രം പറയുന്നത് ഉത്തരേന്ത്യയിൽ നിന്ന് സംഘമായി ആളുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ വന്നവർ ഒരു കാലത്ത് സിന്ധു തടത്തിൽ നിന്ന് ജീവിതം തുടങ്ങി ഗംഗാതടത്തിലേക്ക് വ്യാപിച്ച് അങ്ങനെ പതിയെ ഇരുമ്പിന്റെ സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചതിന് ശേഷം കൊടുങ്കാടുകൾ വെട്ടി വെളിച്ചമാക്കി മനുഷ്യന് താമസിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ജനപദങ്ങളാക്കി മാറ്റി എന്ന് ചരിത്രം പറയുന്നുണ്ട്. ആ മാറ്റിലും ആകാം ചിലപ്പോൾ വേണമെങ്കിൽ മഴു. ഏതായാലും നമുക്ക് ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ അതിനോട് ബന്ധപ്പെട്ട് നമുക്ക് ഐതിഹ്യങ്ങളിലൂടെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ പഠിക്കുന്നതാണ് നമ്മുടെ ഒരു രീതി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഭൂമി ഉണ്ടാക്കുക മാത്രമല്ല അതിന്റെ പ്രശ്ന പരിഹാരാർത്ഥം ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു. പരശുരാമൻ പ്രതിഷ്ഠിച്ചതാണ്, പരശുരാമൻ ഉണ്ടാക്കിയതാണ് അല്ലെ. പല ക്ഷേത്രങ്ങൾ 108 ദുർഗാലയങ്ങൾ, 108 ശാസ്താക്ഷേത്രങ്ങൾ, അങ്ങനെ എല്ലാം പരശുരാമ പ്രതിഷ്ഠിതമാണ്. അപ്പോൾ പരശുരാമ അവതാരത്തെ കണ്ട് തൊഴുന്ന നമ്മുടെ ഉത്തരവാദിത്വം വീണ്ടും കൂടുകയാണ്. ഈ നാടിന്റെ പ്രശ്നങ്ങൾ തീർക്കാനാണ് എന്തുണ്ടാക്കിയത്? ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയത് അല്ലേ? പ്രശ്നം ഉണ്ടാക്കാനാ? ടിവിയുടെ മുമ്പിൽ ഇരുന്നാൽ അമ്പലപ്രശ്നം, പത്രം തുറന്ന അമ്പലപ്രശ്നം, മൊബൈൽ ഒന്ന് തപ്പിയ അമ്പലപ്രശ്നം. നമ്മളെ പ്രശ്നത്തിലാക്കാനാണോ അമ്പലം ഉണ്ടാക്കിയത്? അല്ലല്ലോ, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീർക്കാനല്ലേ അമ്പലം ഉണ്ടാക്കിയത്. അപ്പൊ ആ അമ്പലത്തിനകത്ത് പ്രശ്നങ്ങൾ വരുന്നെങ്കിൽ ഭക്തന്റെ ഉത്തരവാദിത്വം കൂടുകയാണ്. ഭക്തൻ സനാതനധർമ്മം സനാതനമാക്കി നിലനിർത്താൻ തന്നെയാ പരശുരാമൻ ക്ഷേത്രങ്ങളൊക്കെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ആരാധനാലയങ്ങളിലൂടെ നമുക്കൊരു ഐക്യം വരാനുണ്ട്. നമ്മൾ പറയുന്ന തമാശയാണോ അല്ലെ കഥയിലുള്ളതാണോ എന്നൊന്നും അറിയില്ല. എല്ലാവരും കൂടി പലർക്കായി ദാനം കൊടുത്തു കേരളം എന്നാണ്. അവരൊക്കെ കൂടി ഒന്നിച്ച് നിന്നാ പരശുരാമൻ വീണ്ടും അവിടെ വരുന്നുണ്ട്. ഒന്നിച്ച് നിൽക്കില്ല എന്ന് നല്ല ബോധ്യമാണ്. ഒന്നിച്ച് നിൽക്കില്ല, ഇതിൻ്റെ ഇടയിൽ തമ്മിൽ തന്നെ കൂടുമെന്ന് നമ്മളെ കളിപ്പിക്കാൻ വേണ്ടി പറയുന്നതാകാം. എല്ലാവരും കൂടി ഒന്നിച്ച് നിന്ന് വിളിച്ചാൽ പരശുരാമൻ വീണ്ടും അതേ രൂപത്തിൽ ഇവിടെ വരും എന്നൊക്കെ വിശ്വസിക്കുന്നത്. പക്ഷെ ദൈവഭാഗ്യം കൊണ്ട് നമ്മുടെ ഐക്യബോധം കൊണ്ട് ഒന്നിച്ച് നിന്ന് വിളിക്കില്ല എന്ന് 3.5 തരം. അപ്പോ ഐക്യബോധം ഉണ്ടാകുവാൻ, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ നമ്മുടെ കൃഷിയാകട്ടെ, നമ്മുടെ ജീവിതമാകട്ടെ, നമ്മുടെ പരിസ്ഥിതിയാകട്ടെ, എല്ലാം ക്ഷേത്രത്തോട് ബന്ധപ്പെട്ടൊരു വ്യവസ്ഥിതിയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. വയലുകളൊക്കെ ആരുടെയായിരുന്നു? വയലുകളൊക്കെ ക്ഷേത്രങ്ങളുടെ ഒരു കാലത്ത്. അതുമായി ബന്ധം പല ക്ഷേത്രങ്ങൾക്കും കണ്ണെത്താ ദൂരത്തോളം വയലുകൾ ഉണ്ടായിരുന്നു. ഭഗവാൻ എന്തിനാ കൃഷി? ഒരു റേഷൻ കടയിൽ നിന്ന് ഒരു നാഴി പച്ചരി വാങ്ങിച്ചോണ്ടെന്ന് നേദ്യം കൊടുത്താലും ഭഗവാന്റെ കാര്യം കഴിയുമല്ലോ ഇല്ലേ? നമ്മുടെ കാര്യം എങ്ങനെയാണോ? അപ്പൊ കൃഷി സ്ഥലം ആർക്കാ വേണ്ടത്? ഭഗവാനാണോ വേണ്ടത്? നമുക്കാണോ വേണ്ടത്? നമുക്ക്. നമ്മളതൊക്കെ പിച്ചു വലിച്ച് നമ്മുടെ അടുത്തേക്ക് എത്തിച്ചു. എന്നിട്ട് ഇപ്പൊ എവിടെ കൃഷി സ്ഥലമൊക്കെ? കാടാരുടെയായിരുന്നു? കാടിന്റെ സിംഹഭാഗവും പല ക്ഷേത്രങ്ങളുടെയായിരുന്നു. 1970-71 വന നിയമത്തോടുകൂടി കാടുകളൊക്കെ ക്ഷേത്രങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ശരിയാണല്ലോ, ഭഗവാൻ എന്തിനാ കാട് അല്ലെ? പക്ഷെ ഭഗവാന്റെ ആയിരുന്നപ്പോ ഭഗവാന്റെ ജഡ പോലെ അതിനെ കണ്ടിരുന്നു. അതിൽ നിന്നൊരു കമ്പ് പോലും ഒടിക്കാതെ അതിനെ സംരക്ഷിച്ചിരുന്നു. ആ കാടൊക്കെ ഇപ്പൊ എവിടെ? ഒളിക്കാൻ കാടില്ല എന്നുള്ളതാണ്. ഇപ്പൊ നാണം കെട്ടാ പോയി ഒളിക്കാനും, പേടിച്ചാ പോയി ഒളിക്കാനും നമുക്ക് കാടില്ലാത്തൊരു ദുരവസ്ഥയിൽ നമ്മൾ വന്നു നിൽക്കുന്നു. അപ്പോ ഒരു കാലത്ത് ഭഗവാന്റെ ഒന്നും കാണാതെയല്ല പരശുരാമ മഹർഷി ഇതൊക്കെ വീതം വെച്ച് ക്ഷേത്രങ്ങളുടെ ഇടയ്ക്ക് കാടാകട്ടെ, വയലാകട്ടെ, എല്ലാ ജീവനോപാധിയും ക്ഷേത്രവുമായി ബന്ധപ്പെട്ടായിരുന്നു. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിറ്റി ആയിരുന്നു നമ്മൾ. അവിടെ എല്ലാ വിഭാഗവും ആവശ്യമാണ്. ഒരു നാട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കൃഷിക്കാരൻ വേണ്ടേ? കൃഷിക്കാരൻ മാത്രം മതിയോ? കച്ചവടക്കാരൻ വേണ്ടേ? മുടി വെട്ടാൻ ആള് വേണ്ടേ? അലക്കാൻ ആള് വേണ്ടേ? ഇങ്ങനെ ഓരോ തൊഴിലും ചെയ്യാൻ, ആഭരണം ഉണ്ടാക്കാൻ ആള് വേണ്ടേ? മരപ്പണി ചെയ്യാൻ ആള് വേണ്ടേ? ഇരുമ്പ് പണി ചെയ്യാൻ ആള് വേണ്ടേ? ഒരു ക്ഷേത്രത്തിനോടനുബന്ധിച്ചുള്ള സമാജത്തിൽ ഇതൊക്കെ ഉണ്ടാവും. ആ ക്ഷേത്ര കേന്ദ്രീകൃത കമ്മ്യൂണിറ്റി ആയിരുന്നു നമ്മുടെ. അവിടെ ആരാ മേലെ, ആരാ താഴെ? കുടുങ്ങിപ്പോയില്ല നമ്മൾ ചോദിച്ചാലല്ലേ. ഇതിൽ ആരാ മേലെ, ആരാ താഴെ? ഇപ്പോഴും വലിയ വിവാദം നടക്കുക. ഉയർന്ന ജാതിക്കാർ, താഴ്ന്ന ജാതിക്കാർ. ആരാണ് ഉയർന്നത്, ആരാണ് താഴ്ന്നത്? ചിന്തിച്ചു നോക്കൂ. നമ്മൾ ആരാ ഉയർന്നത്, ആരാ താഴ്ന്നത്? വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞ ഒരു ഉദാഹരണം. പലരും അന്ന് സമരമൊക്കെ അങ്ങനെ കേട്ടുകഴിഞ്ഞായിട്ട് തുടങ്ങണേ ഉള്ളൂ അല്ലേ. എന്നാൽ അദ്ദേഹം ഭാവനയിൽ പറഞ്ഞു. കൽക്കത്ത നഗരത്തെ പറ്റി പറഞ്ഞു. കൽക്കത്ത നഗരത്തിൽ പലരും സമരം ചെയ്തു പണി മുടക്കുന്നു എന്ന് കൂട്ടുക. അവിടുത്തെ കളക്ടർമാർ പണി മുടക്കിയാൽ എന്ത് ബാധിക്കും? കുറച്ച് കടലാസ് നീക്കൊക്കെ ഒന്ന് കൊടുക്കും അല്ലേ. സർക്കാർ ജീവനക്കാർ പണി മുടക്കിയാലും കുറച്ചൊക്കെ നമ്മൾ ബുദ്ധിമുട്ടൊന്ന് കൂട്ടുക. പക്ഷെ അദ്ദേഹം ചോദിച്ചൊരു കാര്യമുണ്ട്. അന്ന് ഇന്നത്തെ ഈ മോഡേൺ
സംവിധാനം, നമ്മുടെ എന്താ പറയണ്ടേ, ക്ലോസറ്റുകളും അത്തരം സംവിധാനങ്ങളൊന്നും വന്നിട്ടില്ല. അന്ന് എങ്ങനെയാണ് മനുഷ്യ വിസർജ്യം ആളുകൾ നീക്കിക്കൊണ്ടുപോവുകയാണ്. വീടുകളിൽ നിന്ന് ഇത് നീക്കിക്കൊണ്ടുപോയി പുറത്ത് കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യുന്ന സംവിധാനം അന്ന് അത്രേ ആയിട്ടുള്ളൂ. അപ്പം അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്, തോട്ടികൾ പണിമുടക്കിയാൽ എന്ത് ചെയ്യും? ആ പണി ചെയ്യുന്നവരെയാണ് തോട്ടികളെന്ന്. തോട്ടികൾ പണിമുടക്കുന്നത്, ഇതിൽ ആര് പണിമുടക്കിയാലാണ് ജീവിതം ദുസ്സഹമാവുക? ആര് പണിമുടക്കിയാലാ ജീവിതം ദുസ്സഹമാവുക? തോട്ടികൾ പണിമുടക്കിയാലല്ലേ ജീവിതം ദുസ്സഹമാവുക. അപ്പൊ ആരുടെ പണിയാ ശ്രേഷ്ഠമായത്? ആരുടെ പണിയാ ശ്രേഷ്ഠമായത് ചിന്തിക്കൂ. അപ്പൊ ഇതിൽ മേലെയും താഴെയും പറയാൻ പറ്റുമോ നമുക്ക്? ഓരോന്നിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് ഇല്ലേ? ഒരു യന്ത്രത്തിൽ വലിയ യന്ത്രമാകും, പക്ഷെ ചിലപ്പോൾ ഒരു നട്ട് പോയാൽ അതിന്റെ പണി കഴിഞ്ഞു. അപ്പൊ ആ നട്ടിന് വിലയില്ലേ? ഒരു നട്ട് മുറുക്കാഞ്ഞാൽ ഈ സാധനം ചിലപ്പോൾ അവിടെ നിൽക്കും. അപ്പൊ നിസ്സാരമായി തോന്നുന്ന ഒരു നട്ടിന് പോലും അതിൻ്റെതായ വിലയുണ്ട്, പ്രാധാന്യമുണ്ട്. ഒന്നും മോശമല്ല, ഒന്നും കേമവുമല്ല. അങ്ങനെ പറയുമ്പോ ചാതുർവർണ്ണ്യത്തിൽ ബ്രാഹ്മണൻ മുഖമാണെന്നും അല്ലെ, ക്ഷത്രിയൻ കൈകളാണെന്നും, വൈശ്യൻ അല്ലെ ഭൂരിഭാഗമാണെന്നും, ശൂദ്രൻ കാലാണെന്നും പറഞ്ഞില്ലേ? ശൂദ്രനെ കാലാക്കിയില്ലേ? ആണോ? നമ്മുടെ കാല് മുറിച്ച് കളയാൻ ഇഷ്ടമാണോ നമുക്ക്? ആണോ? തല മുറിച്ചാൽ പിന്നെ രക്ഷപ്പെട്ടു, ജീവനിലോ. പക്ഷെ കാല് പോയാലോ ജീവിതം പോയില്ലേ? കാലിന് വിലയില്ലേ? ഇത്രയോ കാല് വിലയില്ലാത്തല്ലേ. പക്ഷെ ഒന്ന് തട്ടി മുട്ടിയോക്കട്ടെ, കാലൊന്ന് തട്ടി മുട്ടിയിട്ട് ചെറുതായി ഒന്ന് പൊട്ടിയാൽ നമ്മുടെ തലച്ചോറിന് അതന്നെയാവും ചിന്ത, അയ്യോ ഇനി അവിടെ പോയിട്ട് മുട്ടുവോ, ഇത് അവിടെ തട്ടുവോ, ഇവിടെ തട്ടുവോ. കാലല്ലേ പൊയ്ക്കോട്ടെ എന്ന് തലച്ചോറ് ചിന്തിക്കുവോ? തലയ്ക്കൊരു വേദന വന്നാൽ ഗുളിക ഇരിക്കണോടത്ത് പോയി എടുത്ത് കഴിക്കണമെങ്കിൽ ആര് വേണം? ഈ കാലം തന്നെ വേണ്ടേ? ഇങ്ങോട്ട് നടന്നു പോകണമെങ്കിൽ വായോ എന്ന് പറഞ്ഞ് വിളിച്ചാൽ വരുമോ? വരില്ലല്ലോ. തുള്ളി വെള്ളം കുടിക്കണമെങ്കിൽ പോകണമെങ്കിൽ എങ്കിലും പോകണം, കാല് വേണ്ടേ? അതിനെ നിസ്സാരാക്കി കരുതുവോ? അടിത്തറയില്ലാണ്ട് നിൽക്കുവോ? തമാശയ്ക്ക് പറഞ്ഞ ചില കഥകളൊക്കെ ഉണ്ട്. ഭീമസേനും കുന്തിദേവിയും കൂടിയിട്ട് അല്ലെ, കാലത്ത് ഇവരിങ്ങനെ 5 ആളും കൂടി പോകുമ്പോ കുന്തിദേവിക്ക് ഒന്ന് ഇരിക്കണം എന്ന് പറഞ്ഞത്ര. അപ്പൊ ചെന്നങ്ങനെ എവിടെയൊരു ഇതുള്ളൊക്കെ ഉണ്ട്. അപ്പൊ ഈ മറ്റേ മൺപാത്രങ്ങൾ വെച്ചിട്ടുള്ള സ്ഥലത്ത് അത് വിൽക്കുന്ന സ്ഥലമാണ്. അപ്പൊ അവിടെയാണ് കുന്തിദേവിക്ക് ഒന്ന് ഇരിക്കണം, എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അയാൾ പറഞ്ഞു, അയ്യോ ഇതൊക്കെ ഒന്ന് മാറ്റി തരാനൊന്നും പറ്റില്ല, വേണമെങ്കിൽ ഒരു കല എടുത്ത് മാറ്റിയിട്ട് അവിടെ ഇരുന്നോളൂ. ഒരു കലം എടുത്ത് മാറ്റാനുള്ള തമാശയാണ് കേട്ടോ. ഇതൊന്ന് മഹാഭാരതത്തിൽ എഴുതി വെച്ചതൊന്നല്ലേ? ഒരു കലം എടുത്ത് മാറ്റിയിട്ട്, ഒരു കലല്ലേ അത് ഞാൻ എടുത്തോളാം പറഞ്ഞു. ഏതാത്ര എടുത്തത്? ഏതാ എടുക്കുക? ഇങ്ങനെ അട്ടിയായിട്ട് ഉയരം വരെ വെച്ചിട്ടുണ്ട്. ഒരു കലം മാറ്റിയിട്ട് എന്താ ചെയ്തോളാൻ പറഞ്ഞു. ഭീമസേനൻ എന്ത് ചെയ്തു? ഇത്ര അടിയത്തെ ഒരു കലം എടുത്തു. പിന്നെന്താ സംഭവിച്ചിട്ടുണ്ടാവും അറിയാലോ അല്ലെ? അടിയിലത്തെ ഒരു കലം എടുത്താൽ, അപ്പൊ അടിയിലത്തെ കല അത്ര നിസ്സാരമൊന്നുമല്ല. അടിയിലാണ് ചിലത് മോശമാണോ? മുകളിലത്തെ ഒരു കലം പൊട്ടി അതേ പൊട്ടുള്ളൂ. അടിയിന്ന് പൊട്ടിയാലോ മുഴുവനോടെ പൊട്ടി. അതുകൊണ്ട് താഴെയെന്നോ മേലെയെന്നോ എന്നുള്ള സംജ്ഞകൾക്കോ അതിൽ ഉയർച്ച താഴ്ചകൾക്കോ പ്രസക്തി ഇല്ല നമുക്ക്. അത്തരം സന്ദേശമാണ് നമുക്ക് അങ്ങനെ ഒരുമിച്ച് വരാൻ. ക്ഷേത്ര കേന്ദ്രീകൃതമായ കമ്മ്യൂണിറ്റി, എല്ലാവർക്കും അവരുടേതായ അവകാശ അധികാരങ്ങൾ ഉണ്ടായിരുന്നു. കാലപ്പഴക്കമുള്ള ക്ഷേത്രങ്ങൾ ശ്രദ്ധിക്കുക. കാലപ്പഴക്കമുള്ള ക്ഷേത്രങ്ങളിലെ ആചാരങ്ങളിൽ എല്ലാവർക്കും പങ്കുണ്ടാവും. അവിടെ എത്ര കമ്മ്യൂണിറ്റി ഉണ്ടോ അവർക്കൊക്കെ തന്നെ ആ ക്ഷേത്ര ആചാരവുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പങ്കുണ്ട്. കൊട്ടിയൂർക്ക് ഇപ്പൊ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ പോകുന്നുണ്ട് അല്ലേ? കൊട്ടിയൂർ ചിന്തിക്കുക, എത്ര ജാതികൾ ആ പ്രദേശത്തുണ്ടോ അവർക്കൊക്കെ അവരുടേതായ ആചാരമുണ്ട് കൊട്ടിയൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട്. ഞങ്ങളുടെയൊക്കെ നാടുകളിലും അങ്ങനെ തന്നെ. ഒരു ക്ഷേത്രത്തിന്റെ ഉത്സവം നടക്കണമെങ്കിൽ അവിടെ എത്ര കമ്മ്യൂണിറ്റി ഉണ്ടോ അവർക്കൊക്കെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുണ്ടാവും. ആ ക്ഷേത്രത്തിലെ എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് ചെയ്യാനുണ്ട്. അപ്പൊ ആരെയും അകറ്റി നിർത്തിയിരുന്നതല്ല സനാതന സംസ്കാരം, എല്ലാവരെയും ചേർത്ത് നിർത്തിയിരുന്നതാണ്. ആ ചേർത്ത് നിർത്തുന്നത് ക്ഷേത്രങ്ങളിലൂടെയാണ്, ആരാധനാലയം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഐക്യം ഉണ്ടാകുക എന്ന ലക്ഷ്യത്തോടെയാണ്. ഒന്നിച്ച് നിന്നാൽ ഞാൻ വരാന്ന് പറഞ്ഞ പരശുരാമന് നമ്മുടെ മനസ്സ് നല്ലോണം അറിയാം, ഒന്നിച്ച് നിൽക്കില്ല. ഒന്നിച്ച് നിൽക്കണമെങ്കിൽ ആരാധനാലയങ്ങളെ കേന്ദ്രീകരിച്ച് ഇത്തിരിയെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ആരാധനാലയങ്ങളൊക്കെ പരശുരാമനെ കണ്ട് തൊഴുതു പോകുമ്പോൾ പരശുരാമ മഹർഷി കണ്ടൊരു ലക്ഷ്യമുണ്ട്. സാമൂഹികമായ ഐക്യത്തിനും സാമൂഹ്യ സമരസതയ്ക്കും പറ്റുന്ന കേന്ദ്രങ്ങളായി നമ്മുടെ ക്ഷേത്രങ്ങൾ മാറണം. എന്തെങ്കിലും ഒന്നിച്ച് നിന്ന് പരശുരാമനെ വിളിക്കണ്ടേ നമുക്ക്? എപ്പോഴെങ്കിലും ഒന്ന് ഒന്നിച്ച് നിന്നിട്ടേ അല്ലേ? പരശുരാമനെ ഒന്ന് വിളിച്ചാൽ വീണ്ടും വരുമെന്നൊന്ന് നോക്കണല്ലോ. അങ്ങനെ ഒന്നിച്ച് നിൽക്കണമെങ്കിൽ ഒന്നിക്കണം. ഒന്നിക്കാത്തവർ നശിക്കുന്ന കാലമാണ് കലികാലം. സംഘേ ശക്തി കലയുഗേ. കലിയുഗത്തിൽ സംഘമാണ് ശക്തി. ആരാണോ ചേർന്ന് നിൽക്കുന്നത് അവരാണ് കലിയുഗത്തിൽ വിജയിക്കുക. അപ്പൊ കലിയുഗത്തിൽ പരാജയത്തിന്റെ സ്വാദ് നമ്മൾ അറിയുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഒന്നേ ഉള്ളൂ, ഒന്നിച്ചു നിൽക്കുന്നില്ല.
അപ്പൊ ഈ മലനാട്ടിലും ഇടനാട്ടിലും തീരപ്രദേശത്തും അവിടെ അതാത് മേഖലകൾക്ക് പറ്റുന്ന വിധത്തിലുള്ള ആരാധനാ സമ്പ്രദായങ്ങൾക്കനുസരിച്ച് പ്രതിഷ്ഠകൾ നടത്തി ആരാധനാലയം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതവിടെ സാമൂഹികമായി നമുക്ക് ഒത്തുചേരാനുള്ള കേന്ദ്രങ്ങളാണ്. ക്ഷേത്രങ്ങൾ അതായി തന്നെ മാറണം. ക്ഷേത്രം ഭക്തന്റെയാണ്, മറ്റാരുടേതുമല്ല. ക്ഷേത്രത്തിന്റെ പരമാധികാരി ഭക്തനാണ്. നമുക്ക് ഒരുമിച്ച് കൂടാനുള്ള കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ. ആ ഒരുമിച്ച് നിൽക്കാൻ ഒറ്റ മനസ്സായി ഒരേ രൂപത്തിൽ ആരാധന നടത്തുമ്പോൾ ഒന്നായി തീരാൻ കഴിയുന്ന കേന്ദ്രങ്ങളായി ക്ഷേത്രങ്ങളെയും ആരാധനാലയങ്ങളെയും മാറ്റുമ്പോൾ നമ്മൾ പരശുരാമനെ മനസ്സിലാക്കി. എന്തിനു വേണ്ടിയാണ് ആ പ്രതിഷ്ഠയൊക്കെ നടത്തിയത് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാതെ നമ്മുടെ നാണക്കേടിന്റെ കേന്ദ്രങ്ങളായിട്ട് മാറാനല്ല, നമ്മുടെ അഭിമാനത്തിന്റെ കേന്ദ്രങ്ങളായിട്ട്, നമ്മുടെ സാമൂഹ്യ സമരസതയുടെ കേന്ദ്രങ്ങളായിട്ട്, നമ്മുടെ സാമൂഹ്യ ശക്തിയുടെ കേന്ദ്രങ്ങളായിട്ട് ആ ക്ഷേത്രങ്ങൾ മാറണം എന്ന കാഴ്ചപ്പാടിൽ തന്നെയായിരിക്കാം ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത്. അപ്പൊ കേരളത്തിന്റെ പിതാവായി അങ്ങനെ പറയാൻ പറ്റുമെന്ന് ശരിയല്ലേ? കാരണം പറയുമ്പോൾ കേരളം വേറൊരു സമൂഹമായിട്ട് പോകേണ്ടത്. ഏതായാലും സൃഷ്ടികർത്താവ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന പരശുരാമ മഹർഷി നമുക്ക് പകർന്നു തന്നിട്ടുള്ള സന്ദേശം ജീവിതത്തിൽ പകർത്തണം. പരശുരാമനുമായി ബന്ധപ്പെട്ട ചിലരെങ്കിലും നമുക്ക് ഈ നമ്മുടെ കഥകളെയും വിശ്വാസങ്ങളെയും ഒക്കെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഒരു വല്ലാത്ത അവസ്ഥ ഇപ്പോൾ. എന്താ പോസ്റ്റ്മോർട്ടം ചെയ്യാന്ന് പറഞ്ഞാൽ ഡോക്ടർ 2 പണി ചെയ്യും. പോസ്റ്റ്മോർട്ടം ചെയ്യും, ഓപ്പറേഷനും ചെയ്യും. രണ്ടും ചെയ്യുന്ന ഡോക്ടറാണ്, രണ്ടും പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. എന്താ രണ്ടും തമ്മിൽ വ്യത്യാസം? ഓപ്പറേഷൻ എന്തിനു വേണ്ടിയാ? ജീവൻ രക്ഷിക്കാൻ വേണ്ടി. ഓപ്പറേഷൻ എന്തിനു അല്ല പോസ്റ്റ്മോർട്ടം ഓപ്പറേഷൻ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാ. പോസ്റ്റ്മോർട്ടം എന്തിനു വേണ്ടിയാ? ചത്തതിന്റെ കാരണം കണ്ടെത്താൻ. അതിന് ജീവിക്കില്ല എന്ന് ഉറപ്പാണ്. നമ്മൾ എന്ത് ചെയ്താലും ജീവനോട് തിരിച്ചു വരില്ല. എങ്ങനെ മരിച്ചു എന്ന് കണ്ടെത്താനാണ് പോസ്റ്റ്മോർട്ടം. ഓപ്പറേഷൻ ജീവിപ്പിക്കാൻ വേണ്ടി. അത് വളരെ ശ്രദ്ധയോടെ ചെയ്യാം. ഓപ്പറേഷൻ വളരെ ശ്രദ്ധയോടെ ചെയ്യാം. അധികം രക്തനഷ്ടം സംഭവിക്കരുത്, അവയവങ്ങൾക്കൊന്നും കേടുപറ്റരുത്. ഈശ്വരാ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് കത്തിവെക്കുക. മറ്റതോ പിടിച്ചോ എന്ന് പറഞ്ഞാൽ 4 വെട്ട് അല്ലേ? എന്നിട്ട് ആ കരളിന്റെ ഒരു ഭാഗം, തലച്ചോറിന്റെ ഒരു ഭാഗം, മറ്റേന്റെ ഒരു ഭാഗം എടുത്തിട്ട് ബാക്കിയൊക്കെ കൂടി പായെ കൊഞ്ഞിട്ട് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു വിട്ട്. കാരണം ഒന്നും ചിന്തിക്കാൻ തന്നെ എന്തായാലും ജീവിച്ചു വരില്ല. അപ്പൊ കരളിൽ എന്താണുള്ളത്, കുടലിൽ എന്താണുള്ളത്, തലച്ചോറിൽ എന്താണുള്ളത് എന്ന് കണ്ടെത്താൻ കുറേശ്ശെ കഷ്ണം മാന്തിയാണ് കൊണ്ടുപോയി. വളരെ നിഷ്കരുണമാണ് അതിനോട് പെരുമാറുന്നത്. ഒരു മനുഷ്യ ശരീരത്തോട് കാണിക്കേണ്ടുന്ന അത് കാണിക്കേണ്ട നിഷ്കരുണം തന്നെ കത്തി പ്രയോഗിക്കാം. രക്തം അധികം പോകുമെന്ന് പേടിക്കണോ? അവയവങ്ങൾക്ക് വല്ല കേടും പറ്റുമെന്ന് പേടിക്കണം? ഒന്നും പേടിക്കണ്ട, ധൈര്യമായിട്ട് വെട്ടാം. നമ്മുടെ പുരാണങ്ങളിൽ ഇതിഹാസങ്ങളിൽ പലരും സമീപിക്കണം അങ്ങനെയാ, വെട്ടുന്ന തലങ്ങും വിലങ്ങും വെട്ടുക. ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ ദിവസം ഇപ്പൊ ജില്ലാ കലോത്സവങ്ങളൊക്കെ നടക്കുകയാണല്ലോ. മലബാറിലൊരു ജില്ലയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. മലബാറിലൊരു ജില്ലയിലെ നാടക മത്സരത്തിന് 1ാം സമ്മാനം നേടിയിരുന്നു. എല്ലാവരും നമ്മളൊക്കെ കണ്ടു. നിങ്ങളൊക്കെ കണ്ടു കാണുക ആ നാടകം നീ വിചാരിക്കുന്നു. 1ാം സമ്മാനം നേടിയ നാടകമാണ്. എന്റെ സംബന്ധി അറിയോ? ലക്ഷ്മണനോട് നമ്മുടെ കുറെ സ്ത്രീ കഥാപാത്രങ്ങൾ, ഊർമിള, സീത, ഗാന്ധാരി, ഇവരൊക്കെ കൂടി ലക്ഷ്മണനോട് ഇറങ്ങിപ്പോടാ ഡാഷ്. ആ ഡാഷ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കേരളത്തിന്റെ മറ്റെന്താണ് മുദ്രാവാക്യം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് തമിഴില് ഈ ഹെയർ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. അപ്പൊ പരസ്യമായിട്ട് നമ്മുടെ കുട്ടികള്, ഹൈസ്കൂൾ കുട്ടികള് വേദിയിൽ നിന്നുകൊണ്ട് ലക്ഷ്മണന്റെ വേഷം കെട്ടിയിട്ട് നിൽക്കുമ്പോ ആ ലക്ഷ്മണനോട് പത്നിയായ ഊർമിളയടക്കം നമ്മുടെ സംസ്കാരത്തിൽ പതിവ്രത മൂർത്തിയായി നമ്മൾ കരുതുന്ന ഊർമിള, നമ്മൾ കരുതേണ്ടുന്ന ഊർമിള, ആ ഊർമിളയടക്കമുള്ള കഥാപാത്രങ്ങൾ ലക്ഷ്മണനെ വിചാരണ ചെയ്തുകൊണ്ട് സനാതനധർമ്മം സ്ത്രീ വിരുദ്ധമാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് ലക്ഷ്മണനും ശൂർപ്പണഖയും ഗാന്ധാരിയും പാഞ്ചാലിയും ഒക്കെ വേദിയിൽ അങ്ങനെ കറങ്ങുന്ന ഒരു ചക്രമാണ്. ഇതിങ്ങനെ കറങ്ങുന്നത്. ആദ്യം ഊർമിള വരുന്നു, ലക്ഷ്മണനെ കുറ്റവിചാരണ നടത്തുന്നു. ഇങ്ങനെ വിചാരണ നടത്തി അവസാനം എല്ലാ കഥാപാത്രങ്ങളും കൂടി ഇറങ്ങി പോടാ ഡാഷ്. അത് പറയാൻ നമുക്ക് പറ്റില്ല, പറഞ്ഞേ പറ്റൂ. നമ്മളെ കേരളത്തിലെ നാരായണനാമം ചിലപ്പോൾ വിലക്കിയാലും ഇത് ചിലപ്പോൾ വിലക്കപ്പെടില്ല. ഇതായിരിക്കാം നാമമായിട്ട് മാറുന്ന വാക്കാണ്. അതുകൊണ്ട് പറയാൻ നാളെ ഇന്ന് പഠിച്ചാലും നാളെ പറയേണ്ടി വരും നമ്മൾ. കാരണം ചിലപ്പോൾ പാഠപുസ്തകത്തിലൊക്കെ കയറിയത് വന്നലേ. പാഠപുസ്തകത്തിൽ പഠിക്കാൻ കവിതയായിട്ടിട്ട് അപ്പൊ നമുക്ക് പഠിക്കേണ്ട വൃത്തിയൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഇറങ്ങി പോട ഡാഷ് എന്ന് പറഞ്ഞ കിട്ടിയില്ലേ കയ്യടി സമ്മാനവും. നമ്മൾ എന്താണ് പഠിപ്പിക്കുന്നത്? എന്താണ് ഇന്നത്തെ സമാജത്തിൽ സംഭവിക്കുന്നത്? ഊർമിള പരിത്യക്തയാണ്. ഊർമിള പരിത്യക്തയാണെന്ന് വാത്മീകി പറഞ്ഞിട്ടില്ലല്ലോ, ഊർമിള പറഞ്ഞിട്ടുണ്ടോ? 14 വർഷം ജ്യേഷ്ഠനെ സേവിക്കാൻ ലക്ഷ്മണകുമാരൻ പോയി അല്ലേ? പതിവ്രത രത്നമായ ഊർമിളാദേവി
രാജമാതാക്കളെ സംരക്ഷിച്ചുകൊണ്ട് ശുശ്രൂഷിച്ചുകൊണ്ട് അയോധ്യയിൽ ജീവിച്ചു. ഇത് തെറ്റാണെന്നപ്പ പറയണത്. കാരണം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ശാരീരിക ബന്ധം ഇല്ലാതായാൽ എല്ലാം പോകും. ഈ കണക്കിന് എങ്ങനെയാ നമ്മുടെ ചെറുപ്പക്കാര് ജോലിക്ക് വിദേശത്തേക്ക് പോവുക? ഊർമിള ചോദിക്കുകയാണ്, എന്റെ യൗവനം നീ നശിപ്പിച്ചു കളഞ്ഞില്ലേ? നീ എന്നാ പറഞ്ഞത് ലക്ഷ്മണനോട്, നീ എന്റെ യൗവനം നശിപ്പിച്ചില്ലേ? ഗൾഫിലേക്കോ മറ്റ് വിദേശ രാജ്യത്തേക്കൊക്കെ പോയിട്ട് 1-2 കൊല്ലത്തിന് ലീവ് കിട്ടാണ്ട് അതിന് ശേഷമൊക്കെ ചിലപ്പോൾ 2-3 കൊല്ലമൊക്കെ കഴിഞ്ഞു വരുന്ന ഭർത്താക്കന്മാരോട് ഭാര്യമാർ ഇങ്ങനെ ചോദിച്ചാലോ, നീ എന്റെ യൗവനം തകർത്തില്ലേ എന്ന് ചോദിച്ചാൽ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ശാരീരിക ബന്ധം മാത്രമല്ലല്ലോ നമ്മെ സംബന്ധിച്ചിടത്തോളം ദാമ്പത്യം എന്ന് പറഞ്ഞാല്. മക്കളുണ്ട്, നമ്മുടെ രക്ഷിതാക്കളുണ്ട്. ഇവരോടൊക്കെയുള്ള കടമ നിറവേറ്റുമ്പോഴല്ലേ നമ്മൾ ജീവിക്കുന്നത്. മൃഗങ്ങളെ പോലെ ലൈംഗിക ബന്ധം നടത്താൻ വേണ്ടി മാത്രമാണോ കുടുംബ ബന്ധം? അല്ല എന്നാണ് ഭാരതം പഠിപ്പിച്ചിരിക്കുന്നത്. മക്കളോട് കടമയുണ്ടാവും. ചിലപ്പോൾ മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കാനും വീട് വെക്കാനും കടം തീർക്കാനും വേണ്ടിയിട്ട് അന്യനാടുകളിൽ പോയി ബുദ്ധിമുട്ടുന്നവർ ഭാര്യമാരുടെ യൗവനം നശിപ്പിക്കുന്നവരാണോ? അവരുടെ വികാരം ഇല്ലാതാക്കുന്നവരാണോ? അല്ലല്ലോ. അപ്പോ സനാതന ധർമ്മത്തിൽ കുടുംബ ബന്ധങ്ങൾക്ക് വേറെ ചില അർത്ഥമുണ്ട്. ഇത് പാശ്ചാത്യ നാടുകൾ പറഞ്ഞു തരുന്ന അർത്ഥമല്ല ഉള്ളത് ഇവിടെ. അത് പരശുരാമ മഹർഷിയുടെ കഥയിൽ നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നു. അപ്പൊ പരശുരാമനെ ഈ പറഞ്ഞവർ അവിടെയാണ് നമ്മൾ പറഞ്ഞത്, പോസ്റ്റ്മോർട്ടം നടത്തുന്നവര്. നിങ്ങളുടെ പരശുരാമൻ തള്ളെ കൊന്നവനല്ലേ? നല്ല ഭാഷയെ പറയാല്ലേ, പന്നി എന്ന് പറയണ്ട, വരാഹം എന്ന് പറയാൻ തള്ളെ കൊന്നല്ല, മാതൃഘാതകനല്ലേ? ഇപ്പൊ നമുക്ക് കുഴപ്പമില്ലല്ലോ അല്ലെ? പരശുരാമൻ മാതൃഘാതകനല്ലേ? ആണല്ലോ. കഥയില് രേണുകയെ കൊല്ലുന്നില്ലേ അമ്മയെ? ഏതൊന്ന് പറയണ്ടല്ലേ, കൃഷ്ണൻ അമ്മാവനെ കൊന്നു, പരശുരാമൻ സ്വന്തം അമ്മയെ കൊന്നു. അയ്യേ പറയണ്ട. അതൊക്കെ തന്നെയാണ് നമ്മുടെ അഭിമാനം. എന്താ രേണുകയുടെ കഥയെന്ന് മനസ്സിലാക്കുന്നത്? ഇതിലൊക്കെ ചില പ്രതീകങ്ങളുണ്ട്, ചില സൂചനകളുണ്ട്. ഇതിലൊക്കെ പച്ച മണ്ണ് കുഴച്ച് കൊടാക്കാനുള്ള ശേഷിന്റെ എന്നാ പാതിവൃത്യം കൊണ്ട് രേണുകയ്ക്ക്. വെള്ളത്തിന് കുടം കൊണ്ടുപോയില്ല. ആശ്രമത്തിൽ നിന്ന് കുടം കൊണ്ടുപോയിട്ടല്ല രേണുക വെള്ളം കൊണ്ടുവരിക. അവിടെയുള്ള മണ്ണ് ഇങ്ങനെ ഉരുട്ടിയാൽ പാതിവൃത്യത്തിന്റെ ശക്തിയിൽ വെള്ളം ഒരു തുള്ളി ചോർന്നു പോകാത്ത കുടമായി അത് മാറും. ഭാരതം പാടി പുകഴ്ത്തുന്നത് പാതിവൃത്യത്തെയാണ്. സ്ത്രീയുടെ ശക്തി പാതിവൃത്യമാണ്. അവൾക്ക് ശപിക്കാനും അനുഗ്രഹിക്കാനും കഴിവുണ്ടത്രേ പതിവ്രതകൾക്ക്. അയ്യേ, സ്ത്രീയെ അടിമയാക്കാനുള്ള ഓരോ ന്യായങ്ങള് അല്ലേ? സ്ത്രീയെ അടിമയാക്കാൻ ഒറ്റയാളെ മാത്രം ചിന്തിച്ച് സ്വപ്നത്തിൽ പോലും മറ്റൊരാളെ പറ്റി ചിന്തിക്കാതെ ജീവിക്കുന്ന സ്ത്രീകൾ പതിവ്രതകളാണ്. ആ പതിവ്രതകൾക്ക് അനുഗ്രഹിക്കാനും ശപിക്കാനും ശേഷിയുണ്ട് എന്ന് നമ്മൾ പഠിപ്പിക്കുന്നു. അപ്പൊ രേണുകയ്ക്ക് കുടം പച്ച മണ്ണ് കുഴച്ച് കുടമാക്കി നദിയിലെ വെള്ളം എടുത്തു കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നത് പാതിവ്രത്യത്തിന്റെ ശക്തിയാലായിരുന്നു. പക്ഷെ ഒരു ദിവസം അവിടെ ചെന്നപ്പോ ഗന്ധർവന്മാർ ജലക്രീഡ നടത്തുന്നു. അതങ്ങനെ നോക്കി നിന്നപ്പോ മനസ്സിലൊരു മോഹം. ഗന്ധർവന്മാരുടെ ശക്തിയും അല്ലെ മറ്റേ സൗന്ദര്യവും മസിൽ പവറും ഒക്കെ കണ്ടപ്പോൾ അറിയാതെ മനസ്സെന്തോ ഒന്ന് പതറിപ്പോയി. അന്ന് കുട ഉണ്ടാക്കിയപ്പോ കൂട്ടിയാൽ പറ്റുന്നില്ല, മണ്ണുകൊണ്ട് കുടമാക്കാൻ കൂട്ടിയാൽ പറ്റുന്നില്ല. കാരണം മനസ്സൊരു ചിന്ത വന്നു. ഇതറിയുന്ന ജമദഗ്നി മഹർഷി മക്കളോട് അമ്മയെ കൊല്ലാൻ പറയും. അതെന്തൊരു ക്രൂരതയെന്ന് ആലോചിച്ച് നോക്കും. മക്കളോടാണ് പറയുന്നത്. കാരണം അമ്മ എന്ന ചിന്ത ഇല്ലാതെയാണ് മറ്റൊരു ചിന്ത വരിക. ഇങ്ങനെയൊക്കെ വരുമോ എന്ന് വെച്ചാൽ ഒരു ദിവസത്തെ പേപ്പർ എടുത്ത് വായിക്കും നിങ്ങള്. ബസ് സ്റ്റാൻഡിൽ കുട്ടികളായിട്ടുണ്ട് കാമുകന്റെ കൂടെ പോണ അമ്മമാരില്ലേ? കുട്ടി തേരാ പാരാ ബസ്സുകളുടെ നടുക്കും കൂടി ഓരോ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. അങ്ങാരുടെ നടുക്കാൻ കിട്ടുന്നു. അമ്മ അവിടെ വന്ന കാമുകന്റെ കൂടെ ബൈക്കിൽ കയറി ഒരൊറ്റ പോക്ക്. കുട്ടിയാണെങ്കിൽ ബസ്സുകൾ ആൾക്കാർ അവസാനം എങ്ങനെ പിടിച്ചു നിർത്തിയ നിശ്ചയില്ല. അങ്ങനെ നൊന്ത് പെറ്റ മക്കളെയൊക്കെ പുഷ്പം പോലെ വലിച്ചെറിഞ്ഞു പോകുന്ന പതിവ്രതകൾ ഇന്നുണ്ടാകുന്നു. അതുണ്ടാകരുത് വെച്ചിട്ടാണ് രേണുകയുടെ കഥ നമുക്ക് പറഞ്ഞു തന്നത്. വിശ്വാസം അതല്ലേ എല്ലാം. അങ്ങനെ എല്ലാവരും പണ്ട് വിശ്വസിച്ച് ജീവിക്കുക. ആണുങ്ങളും പെണ്ണുങ്ങളും എന്റെ ഭർത്താവ് കേമനാന്ന് ഞാൻ വിശ്വസിക്കുക, എന്റെ ഭാര്യ കേമയാന്ന് ഞാനും വിശ്വസിക്കുക. അതൊരു അവിശ്വാസത്തിന്റെ ജീവിതമാണ്. അന്യോന്യം വിശ്വസിച്ചാൽ പോരാ, അത് യാഥാർത്ഥ്യമാകണം. അതിലേ ജീവിതമുള്ളൂ. അപ്പൊ മക്കൾക്ക് വേണ്ടിയും രക്ഷിതാക്കൾക്ക് വേണ്ടിയും സമാജത്തിന്റെ ധർമ്മത്തിന് വേണ്ടിയും സ്വന്തം വികാരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ ജീവിക്കണമെന്നാണ് സനാതന ധർമ്മം നമ്മെ പഠിപ്പിച്ചത്. അതിൽ നിന്ന് ഇന്ന് മാറിയിട്ട് സ്വന്തം പദവി പ്രശ്നമല്ല, നാട്ടുകാരെന്ത് പറഞ്ഞാലും പ്രശ്നമല്ല, മക്കള് പ്രശ്നമല്ല, കുടുംബം പ്രശ്നമല്ല എന്ന് പറഞ്ഞ് വഴിമാറി ചാടി ഓടിപ്പോകുന്ന പുരുഷന്മാരും സ്ത്രീകളും കുടുംബത്തിന്റെ സ്വൈരം കെടുത്തുന്നു. വിഷം കൊടുത്ത് കൊല്ലാൻ വരെ മടിയില്ലാത്തവരാവുന്നു. ഭക്ഷണം എന്ത് വിശ്വസിച്ചാ കഴിക്കുക?
അയ്യോ എന്റെ ഭാര്യ അങ്ങനെ തരിയിരിക്കൂ, അല്ലെങ്കിൽ എന്റെ ഭർത്താവ് അങ്ങനെ ചെയ്യിരിക്കൂ. ഒരു ഇൻഷുറൻസ് എടുക്കുന്നതാണ് ഇപ്പൊ ഭാര്യമാർക്ക് പേടിയാ. ഇതിനെ കൊല്ലാനോട്ടെങ്കിൽ ഒരു കൊല്ലം പരിപാടിയുടെ ഈ കാശ് മേടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവിശ്വസിച്ചിട്ട് നമ്മളെങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും? അങ്ങനെ അവിശ്വാസമില്ലാതിരിക്കാൻ ഭാരതം പഠിപ്പിച്ചു. നിങ്ങളുടെ വികാര വിചാരങ്ങൾക്കല്ല സ്ഥാനം, കുടുംബ ബന്ധങ്ങൾക്കാണ്. മക്കളാണ് എല്ലാം. അതുകൊണ്ടാണ് ആ മക്കളെ കൊണ്ട്, അതിനൊക്കെ ചില പ്രതീകങ്ങളാണ്, അല്ലാതെ കത്തിയെടുത്ത് കൊല്ലുക എന്നുള്ളതൊന്നല്ല. മക്കളോട് അമ്മയെ, കാരണം മക്കളാണ് ഏറ്റവും, ഭർത്താവ് പോലും അല്ല. ഒരമ്മ എന്ന സ്ഥാനത്ത് നിൽക്കുമ്പോൾ അതിലും വലിയ മറ്റൊരു ചിന്തയും ഇല്ല, മറ്റൊരു വികാരവുമില്ല. ശരീരം എന്ത് പറഞ്ഞോട്ടെ, മനസ്സെന്ത് പറഞ്ഞോട്ടെ, പക്ഷെ സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട്. പണ്ട് പട്ടിണിക്കാലത്ത് ഒരു പിടി അരി കിട്ടിയാൽ വറ്റ് മുഴുവൻ മക്കൾക്ക് ഊറ്റി കൊടുത്തിട്ട് ആ വെള്ളം കുടിച്ച് സംതൃപ്തിയോടെ ജീവിച്ചിരുന്ന അമ്മമാരല്ലേ നമ്മുടെ പൂർവികര്, അല്ലേ? അവരിൽ നിന്ന് വിട്ടിട്ട് ഒരു ഇത്തിരി സൗന്ദര്യമുള്ള അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വേറുള്ള അവരുടെ കൂടെ പോകുന്നവരിലേക്ക് ഭാരതീയ സംസ്കൃതി മാറാമോ? ആണാകട്ടെ പെണ്ണാകട്ടെ, അല്ലേ? ഒരു സ്ത്രീയെ സ്വന്തം ഇഷ്ടപ്രകാരമല്ലാതെ തട്ടിക്കൊണ്ടുപോയ രാവണനെ രാമബാണം ഉത്തരം കൊടുത്ത സംസ്കൃതിയാണ് നമ്മുടേത്. രജസ്വലയായ പാഞ്ചാലിയെ സദസ്സിലേക്ക് വലിച്ചഴച്ചു കൊണ്ടുവന്ന ദുശാസനന് അർഹിക്കുന്ന ശിക്ഷ കൊടുത്ത സംസ്കൃതിയാണ്. ഒരു യുദ്ധം കൊണ്ട് തന്നെ അതിന് പരിഹാരം കണ്ട സംസ്കൃതിയാണ് നമ്മുടേത്. അപ്പോ സ്വയം പക്വതയാർജിക്കാൻ രേണുകയുടെ കഥ നമ്മെ പറഞ്ഞു. മനസ്സുകൊണ്ട് പോലും നമുക്ക് മറ്റൊരു വിചാരം അരുത്. ആ കൊന്ന പരശുരാമൻ അതിന് ശേഷം വരഞ്ഞു വയ്ക്കണം എന്താ? എനിക്ക് അമ്മയെ പുനർജീവിപ്പിക്കണം. അപ്പൊ അവിടെ അമ്മയെ അക്ഷരാർത്ഥത്തിൽ കൊല്ലല്ല, അമ്മയുടെ ഉള്ളിൽ മക്കളെന്ന വിചാരം, മക്കളാണ് എല്ലാം എന്ന വിചാരം തിരിച്ചു വരുത്താൻ, മകനാണ് എന്നെ ജീവിപ്പിച്ചത്, മകനാണ് എന്നെ, ആ മക്കളെന്ന വിചാരം പുനർജീവിപ്പിക്കുമ്പോൾ മക്കളെന്ന വിചാരം അമ്മയ്ക്കും അച്ഛനും ഉള്ളിൽ നിറഞ്ഞു നിൽക്കണം എന്ന് പറയുന്നു. നമ്മൾ മക്കളാകുമ്പോൾ മാതാപിതാക്കൾ എന്ന ചിന്തയും, നമുക്ക് മക്കളായാൽ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവരായി അപ്പൊ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വരും. അവര് കുട്ടികളാകുമ്പോൾ അവരെ മരത്തിലും മൂത്രത്തിലൊക്കെ കിടക്കേണ്ടി വന്നിട്ടില്ലേ? നമ്മുടെ ഉറക്കം കുറെ പോയിട്ടില്ലേ? ഇതൊക്കെ അവർക്ക് വേണ്ടിയല്ലേ, എല്ലാം അവർക്ക് വേണ്ടിയല്ലേ? അപ്പൊ അവർക്ക് വേണ്ടി സ്വന്തം വിചാര വികാരങ്ങൾ ഒരല്പം നമുക്ക് നിയന്ത്രിച്ചുകൂടെ? നിയന്ത്രിക്കണമെന്ന കഥയാണ് പരശുരാമന്റെ മാതാവിലൂടെ, അല്ലെങ്കിൽ മാതൃഘാതകൻ എന്ന പേര് സ്വയം എടുത്തണിഞ്ഞതിലൂടെ പരശുരാമൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഭാരതമാണ് ഇവിടെ സ്വപ്നത്തിൽ പോലും മനസ്സിൽ പോലും ഒരാൾ കരുതാക്കുന്ന ഗന്ധർവന്മാരുടെ ജലക്രീഡ കണ്ടപ്പോൾ അറിയാതെ മനസ്സിൽ തോന്നിയ ഒരഭിനിവേശം കൊണ്ട് തനിക്ക് മണ്ണിനെ കുഴച്ച് കുടമാക്കി മാറ്റാനുള്ള ശേഷി രേണുകയ്ക്ക് നഷ്ടപ്പെടുന്നു. നമ്മുടെ പല അമ്മമാർക്കും അച്ഛന്മാർക്കും ഇങ്ങനെ പലതും നഷ്ടപ്പെടുന്നു. മനസ്സുകൊണ്ടും അല്ലാതെയും ഒക്കെ വഴിമാറി സഞ്ചരിച്ച് പോകുമ്പോൾ നമുക്കുള്ള പല കഴിവുകളും, നമ്മൾ ഏത് ക്ഷേത്രത്തിൽ പോയാലും എന്ത് വഴിപാട് കഴിച്ചാലും സർവ്വ ഐശ്വര്യം ചോദിച്ച് നമ്മൾ മേടിച്ചു വന്നാലും അതൊക്കെ നേടാനുള്ള കഴിവുകൾ, ഇവിടെ മനസ്സുകൊണ്ട് ഒരല്പം ചിന്ത മാറിപ്പോയെങ്കിൽ സ്വന്തം കഴിവുകൾ മുഴുവൻ നഷ്ടപ്പെട്ട രേണുകയാണ് മുന്നിൽ നിൽക്കുന്നതെങ്കിൽ നമ്മളും മനസ്സുകൊണ്ടും അല്ലാതെയും വഴിതെറ്റി പോകുമ്പോൾ അഗ്നിസാക്ഷിയായി വിവാഹം കഴിച്ച്, മൂന്നാനം പറഞ്ഞത് അഗ്നിസാക്ഷിണിയായ ഒരു ഭാര്യയെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാതെ നടക്കുന്ന പുരുഷന്മാരോ, രേണുകയെ പോലെ മനസ്സിലെങ്കിലും അരുതാത്തത് ചിന്തിക്കുന്ന സ്ത്രീകളോ സനാതന ധർമ്മത്തെ സംരക്ഷിക്കില്ല. സനാതന ധർമ്മം കുടുംബങ്ങളിലാണ് വാഴുക. അതിന്റെ കരുത്ത് മുഴുവൻ കുടുംബത്തിലാണ്. എപ്പോൾ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ അറ്റുവോ അന്ന് സനാതന ധർമ്മം നശിച്ചു. കുടുംബം നിലനിൽക്കുന്നിടത്തോളം കാലമേ സനാതന ധർമ്മം നിലനിൽക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ ദേവീ ദേവന്മാർ പോലും കുടുംബമായി ജീവിച്ചത്. അപ്പൊ പരശുരാമ മഹർഷി ഇന്നും ചിരഞ്ജീവിയായി നിന്ന് സന്ദേശം നമുക്ക് പകർന്നു തരുമ്പോൾ പരശുരാമന്റെ മാതാക്കൾ ശുദ്ധരായിരിക്കണം. മനസ്സിൽ പോലും അരുതാത്തതൊന്നും തോന്നാത്ത വിധത്തിലുള്ള രേണുകമാരായി മാറാൻ. ജമദഗ്നിക്ക് വേണേ ഞാൻ കഴിവൊക്കെ വേണ്ടല്ലേ? അങ്ങനെ ആ സ്ത്രീ പുരുഷ ബന്ധങ്ങൾ അത് തികച്ചും സാംസ്കാരികമായ ചില മൂല്യങ്ങളിലൂടെ കടന്നു പോകുന്നതാകാൻ, അതൊക്കെ ഇനി മോഹിക്കാൻ പറ്റുമോ എന്നൊക്കെ സംശയമാണ്. എന്നാലും മോഹിക്കണ്ടേ? നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ സ്വപ്നങ്ങളായി കാണാനല്ലേ അബ്ദുൽ കലാം പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ മുൻ പ്രസിഡന്റ്. അപ്പോൾ അന്നേ പറ്റൂ, ഇത് ഭാരതമാണ്, ഇത് പാശ്ചാത്യ നാടല്ല. ശൂർപ്പണഖയെ പോലെ അല്ലെ, എന്നെ കെട്ട് എന്ന് പറഞ്ഞ് രാമലക്ഷ്മണന്മാർക്കിടയിൽ ഓടി നടക്കുന്നതല്ല ഭാരതത്തിന്റെ സംസ്കാരം. അത് പതിവ്രതകളുടെ സംസ്കാരമാണ് എന്നതുകൊണ്ട് ആ പാതിവ്രത്യത്തിന്റെ ശക്തി, അതുപോലെ തന്നെ ഏകപത്നി വ്രതം, നമ്മൾ ശ്രീരാമനെയാണ് മര്യാദ പുരുഷോത്തമൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ട്? ഏകപത്നി വ്രതക്കാരനാണ്. മനസ്സുകൊണ്ട് പോലും മരുതാത്തതൊന്നും ചിന്തിക്കുന്നില്ല. സീതാദേവിയെ ഉപേക്ഷിക്കേണ്ടി വന്നപ്പോൾ പോലും മറ്റൊരു സീതയെ പറ്റി ചിന്തിക്കാതെ കാഞ്ചന സീതയാണ്
കർമ്മങ്ങൾക്ക് ഉപയോഗിച്ചത്. ഇത് തന്നെയാണ് ഭാരതത്തിന്റെ സംസ്കാരം. അവതാരങ്ങൾ കണ്ടു പോകുമ്പോൾ, ഇതിലാരെ പറ്റി അല്ലൊക്കെ പറയണത്, പുറമുള്ളവരെ പറ്റിയിട്ടാണ് പറയണത്. അവതാരങ്ങളെ തൊഴുതു പോകുമ്പോൾ സ്വന്തം മനസ്സടക്കി ഭാരതത്തിന്റെ സംസ്കാരത്തിനനുസരിച്ച് ഒരു കുടുംബ ബന്ധം നിലനിർത്തി കൊണ്ടുപോകും ഞാൻ എന്ന് മനസ്സുകൊണ്ട് തീരുമാനിച്ചാൽ സനാതനധർമ്മം കരുത്തായി. സനാതനധർമ്മത്തിന്റെ കരുത്ത് കുടുംബത്തിലാണ്. വ്യക്തി, കുടുംബം, സമൂഹം, അങ്ങനെയാണ് നമ്മൾ മേലോട്ട് പോകുന്നത് അല്ലേ? അപ്പോൾ വ്യക്തിയുടെ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണം, കുടുംബ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണം, സമാജത്തിന്റെ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണം, സമാജത്തിന്റെ സ്വത്തുക്കൾ സംരക്ഷിക്കപ്പെടണം. വേണ്ടേ? ഇനിയിപ്പോ എന്താ ബാക്കിയുള്ളതല്ലേ? പാദസാന്നിധ്യം, വാർന്നൊഴിഞ്ഞളവ്, സേതുബന്ധനോദ്യോഗമെന്തടോ എന്ന് നളചരിത മാട്ടക്കഥയിൽ ചോദിച്ചിട്ട് എന്താ വെള്ളം മുഴുവൻ വാർന്നു പോയിട്ട് ചിറ കെട്ടിയിട്ട് എന്താ കാര്യം? പോട്ടെ, ഇനി വരുന്നതെങ്കിലും ഒക്കെ അവിടെ നിൽക്കണ്ടേ, നിർത്തണ്ടേ? അതുകൊണ്ട് നാണം കെട്ട കഥകളല്ല പരശുരാമ ക്ഷേത്രത്തിൽ നിന്ന് മുഴങ്ങേണ്ടത്. എണ്ണിക്കൊണ്ട് 21 വട്ടം ക്ഷത്രിയ നിഗ്രഹം നടത്തി അല്ലെ, ഭരണാധികാരികളെ ശുദ്ധമാക്കിയെടുത്ത പരശുരാമ. അയ്യോ, അത് ബ്രാഹ്മണ്യത്തിന്റെ എന്താണ് വാഴ്ചയല്ലേ പഠിപ്പിക്കണത്? എന്താണ് ബ്രാഹ്മണിക്കൽ ഹെജിമണി? പരശുരാമൻ എന്ന് പറഞ്ഞപ്പോ നമുക്ക് എന്താ ചിന്തിക്കുന്നത്? ആ വാക്ക് കിട്ടിയില്ല, നേരത്തെ ഏതാണ്ടൊരു മണിയാന്നറിയാം. ബ്രാഹ്മണിക്കൽ ഹെജിമണിയുടെ ആളല്ലേ പരശുരാമൻ? കാരണം ജന്മം കൊണ്ട് ബ്രാഹ്മണൻ. ജന്മം കൊണ്ട് ആർക്കെങ്കിലും ബ്രാഹ്മണനാവാൻ പറ്റും? എനിക്കറിയില്ല, എൻ്റെ അറിവിലില്ല. നമ്മുടെ സനാതന ധർമ്മപ്രകാരം ജന്മം കൊണ്ട് ആർക്കും ബ്രാഹ്മണനാകാൻ പറ്റില്ല. കാരണം ബ്രാഹ്മണൻ എന്ന പദത്തിന്റെ പര്യായം ദ്വിജൻ, 2 ജന്മമുള്ളവൻ. ഒന്ന് സാധാരണയായി, ഒന്ന് മറ്റൊന്ന് സ്വന്തം പഠനം കൊണ്ട് കർമ്മം കൊണ്ടും ബ്രാഹ്മണ്യം നേടുക. ജന്മനാ ജായതേ ശൂദ്ര. ജനിക്കുമ്പോൾ എല്ലാവരും എന്തായിട്ടാണ് ജനിക്കുന്നത്? ശൂദ്രനായിട്ടാണ് ജനിക്കുന്നത്. ജന്മനാ ജായതേ ശൂദ്ര. പിന്നെ കർമ്മം കൊണ്ടും അറിവ് കൊണ്ടുമാണ് നമ്മള്, അതാണ് ബ്രാഹ്മണൻ എന്ന പദത്തിന് ദ്വിജൻ എന്ന് കൂടി പര്യായം വന്ന് 2 ജന്മമുള്ളവനാണ്. അപ്പോൾ ഏതായാലും പരശുരാമനെ നമുക്ക് പറയാൻ മടിയാ. ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്നെങ്ങാനും പറഞ്ഞാലോ എന്ന് ചിന്തിച്ചുകൊണ്ട് പരശുരാമനെയൊക്കെ ആരാധിക്കാമോ? നമുക്ക് ശങ്കരാചാര്യൻ എന്ന് പറയാൻ മടിയാണ്. എന്തുകൊണ്ടാ? ശങ്കരാചാര്യ ബ്രാഹ്മണനല്ലേ, നമ്മളെങ്ങനെയാ പറയുക ശങ്കരാചാര്യൻ എന്നുള്ളത്? പറയാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് നമ്മളിങ്ങനെ പലതിനെയും ഭയന്ന് മാറ്റി നിർത്തുക. സനാതന ധർമ്മത്തിൽ അങ്ങനെയുള്ള ഭേദഭാവങ്ങളൊന്നും അങ്ങനെയുള്ള, കാരണം ബ്രാഹ്മണന്റെ കുലത്തൊഴിലും അല്ലെങ്കിൽ ബ്രാഹ്മണ്യത്തിന്റെ പ്രത്യേകത എന്താ പറയുന്നത്? എന്താ നമ്മൾ പഠിച്ചിരിക്കുന്നത്? പൗരോഹിത്യവും വേദപഠനവും. പരശുരാമൻ നടത്തിയത് അതാണോ? പൗരോഹിത്യവും വേദപഠനവുമാണോ പരശുരാമൻ നടത്തിയത്? ക്ഷാത്ര തേജസ്സ പ്രകടിപ്പിച്ചത്. ഭീഷ്മരുടെയും കർണന്റെയും വരെ ഗുരുവാണ്. ഗണപതിയോട് യുദ്ധം ചെയ്ത് ഗണപതിയുടെ ഒരു കൊമ്പൊടിച്ച ആളാണ്. അതാണ് ബ്രാഹ്മണ്യത്തിന്റെ കുലത്തൊഴില്? അല്ലല്ലോ. അപ്പൊ കർമ്മം കൊണ്ട് എന്താണ് ചെയ്തിരുന്നത്? അവിടെ ക്ഷത്രിയ ധർമ്മം തന്നെയാണ് നിറവേറ്റിയിരുന്നത്. പരശു എടുത്ത് അടരാടി കൂടുതൽ ദിവ്യാസ്ത്രങ്ങൾ ശിവനിൽ നിന്ന് നേടി കരുത്താർജിച്ച്, കരുത്തിന്റെ പ്രതീകമാണ് പരശുരാമൻ. അപ്പൊ നമ്മൾ ആ വെച്ച അതിർവരമ്പുകളൊക്കെ പോവല്ലേ? നമ്മൾ ഏകലവ്യന്റെ കഥയൊക്കെ കേട്ടിട്ട് ഇങ്ങനെ അയ്യോ അല്ലേ, ഗുരുശിഷ്യ ബന്ധമൊക്കെ പറയുന്നത് പറയും, ഭാരതത്തിലെ പോലെ മോശമായ ഗുരുശിഷ്യ ബന്ധം വേറെ എവിടെയില്ല. എന്തുകൊണ്ട്? ഏകലവ്യനെ ജാതി പറഞ്ഞ് പഠിപ്പിക്കാണ്ട് മാറ്റി നിർത്തി ഏകലവ്യന്റെ പെരുവിരൽ ഛേദിച്ച് മേടിച്ച ദ്രോണാചാര്യര്. അപ്പൊ ദ്രോണാചാര്യര് ജാതി നോക്കിയാ പഠിച്ചെന്ന്? ദ്രോണൻ ആരാ? ബ്രാഹ്മണനാണ്. അദ്ദേഹം ധനുർവിദ്യയല്ലേ പഠിപ്പിച്ചിരുന്നത്? വേദമാണോ പഠിപ്പിച്ചിരുന്നത്? കൗരവന്മാരെയും പാണ്ഡവന്മാരെയും പഠിപ്പിച്ചിരുന്നത് ധനുർവിദ്യയാണ് പഠിപ്പിച്ചിരുന്നത്. അപ്പൊ അത് ജാതി അനുസരിച്ചാണ് ചെയ്യണത്. ദ്രോണാചാര്യര് പബ്ലിക് സ്കൂളിലെ ടീച്ചറല്ല. ദ്രോണാചാര്യര് രാജകുമാരന്മാരെ പഠിപ്പിക്കുന്ന ഗുരുവാണ്. അത് മറ്റൊരാൾ പഠിച്ചുകൂടാ. ഇന്ത്യൻ പട്ടാളത്തെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അവിടെ പോയി കട്ടുപഠിച്ചാൽ എന്തായിരിക്കും നമ്മുടെ സ്ഥിതി? അതിർത്തി പ്രദേശത്തെ തന്ത്രപ്രധാനമായ പ്രദേശങ്ങളിലെ മാപ്പ് പോലും നമ്മൾ കയ്യിൽ വെക്കാൻ പാടില്ല. ടോപ്പോഗ്രഫിക്കൽ ഷീറ്റുകൾ, ഓരോ പ്രദേശത്തിന്റെ കൃത്യമായ കാര്യങ്ങൾ പറയുന്ന ടോപ്പോഗ്രഫിക്കൽ മൊത്തമായി ഒരു മാപ്പൊക്കെ വെക്കാട്ടോ. അതല്ലാതെ ഇവിടെ പോസ്റ്റ് ഓഫീസ്, ഇവിടെ അത്, ഇവിടെ മറ്റേ പാലം എന്നൊക്കെ പറഞ്ഞ ടോപ്പോഗ്രഫിക്കൽ മാപ്പ് നമുക്ക് കൈവശം വെക്കാൻ, ഒരു പൗരന് കൈവശം വെക്കാൻ അധികാരമില്ല. കാരണം അത് നമ്മുടെ രാജ്യ സുരക്ഷയെ ബാധിക്കുന്നതാണ്. ഇന്ത്യയുടെ ആണവ നയം അല്ലെങ്കിൽ ആണവ വിദ്യ പഠിപ്പിക്കുന്നിടത്ത് നമ്മൾ പോയിട്ട് ഒളിഞ്ഞു നിന്ന് ഏകലവ്യനെ പോലെ പഠിച്ചാൽ നമുക്ക് പട്ടുമാളിയും തരുമോ? എപ്പ പോയി ഇവിടെ തല എന്ന് വെച്ചാൽ മതി. നമ്മുടെ തല എപ്പ പോയി എന്ന് ചോദിച്ചാൽ മതി. കാരണം അത് രാജ്യ സുരക്ഷയെ ബാധിക്കും. ഇതുപോലെ നാളെ രാജാക്കന്മാരാകേണ്ടിയവരെയാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ രാജ്യാതിർത്തിക്ക് പുറത്തുള്ളവൻ അത് ആരാകട്ടെ, ബ്രാഹ്മണനാകട്ടെ, വേടനാകട്ടെ, ആരാകട്ടെ, ആര് വന്നാലും പഠിപ്പിച്ചു കൊടുക്കില്ല. അത് ഇവർക്ക് മാത്രം. കാരണം പലപ്പോഴും അന്ന് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാകും, വെട്ടിപ്പിടിക്കും. ഈ വ്യക്തി ഇവിടെ നിന്നില്ല കഥ, നമ്മൾ ഇവിടെ വെച്ച് നിർത്തി, പെരുവിരൽ ഛേദിച്ചു എന്ന് പറഞ്ഞിടത്ത് നിർത്തി.
മഹാഭാരത യുദ്ധം, കുരുക്ഷേത്ര യുദ്ധം നടക്കുമ്പോൾ ദുര്യോധന പക്ഷത്ത് നിൽക്കുന്നുണ്ട് ഏകലവ്യൻ. സേന നയിച്ചു വരുന്നുണ്ട്. ഇവിടെ കൊണ്ട് കഥ തീർന്നിട്ടൊന്നുമില്ല. നമുക്ക് കിട്ടിയ ഭാഗം പൊന്മ മീൻ പിടിച്ചു പോണ മാതിരി പൊന്മ ഇങ്ങനെയാണ് മുങ്ങിയിട്ട് പുറത്തുനിന്ന് ഒരു മീനും കൊണ്ടാണ് പൊന്തി അതുകൊണ്ടാണ് പോകുമല്ലോ. ഇതുപോലെ അതുകൊണ്ട് പോയിട്ടില്ലേ, ബാക്കി കഥയുണ്ട്. നമുക്ക് എന്ത് വേണം? നമുക്ക് ഗുരുക്കന്മാര് മോശമാണ്, ജാതിയാണ്. അവിടെ ജാതിയില്ല, ഒന്നുമില്ല. ജാതി ഒക്കെ ഇടക്കാലത്ത് കയറി വന്ന ഭ്രാന്ത് മാത്രമാണ്. അല്ലാതെ അത് സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാനമോ ആചാരമോ അല്ല. ഇടക്കാലത്ത് അറിവില്ലായ്മ കൊണ്ട് കയറി വന്ന ഭ്രാന്ത് മാത്രമാണ്. അപ്പൊ ആ ഭ്രാന്ത് മാറ്റാൻ സ്വയം ബ്രാഹ്മണനാണെന്ന് പറയുമ്പോൾ തന്നെ ക്ഷത്രിയന്റെ വിദ്യകളടക്കം ചെയ്യുകയും അല്ലെ, അത് സമാജത്തില് അതിന്റെ മാതൃകകൾ പകർന്നു തരികയും ചെയ്യുമ്പോൾ ഈ വേർതിരിവുകളൊന്നും സ്ഥായിയല്ല എന്ന വലിയ സന്ദേശം പറയിപ്പറ്റ പന്തിരുകുലം ഒരമ്മയുടെയും അച്ഛന്റെയും മക്കളാണ് എന്ന് പഠിപ്പിച്ചതുപോലെ ആ സന്ദേശമൊക്കെ നമ്മൾ ഈ പരശുരാമനെ കണ്ട് തൊഴുതു പോകുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകണം. ഒന്നാവുക, അല്ലെ, ഒന്നായി തന്നെ നന്നാവുക. അല്ലെങ്കിൽ ഇരിക്കണ തൊഴണ വിഗ്രഹങ്ങൾ കൂടി നാളെ ഇല്ലാത്ത ഒരവസ്ഥ, അത് ചതിന് പിടിച്ചു പോയി എന്നൊക്കെ പറയുന്ന ഗതികൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞേക്കാം. കുഞ്ഞിരാമന്റെ പിടിക്കൈ പോലെ അല്ലേ, ചതിന് പിടിച്ചു പോയി എന്നോ മറ്റേ എന്താണ് കാറ്റത്തലിഞ്ഞു പോയി എന്നോ ഒക്കെ കേൾക്കേണ്ട ദുര്യോഗമൊന്നും നമുക്ക് വരാതിരിക്കട്ടെ. എല്ലാവർക്കും പരശുരാമന്മാരാകാം. ശ്രീരാമചന്ദ്രന് വേണ്ടി അരങ്ങൊരുക്കാൻ മര്യാദ പുരുഷോത്തമനായ ആദർശശാലിയായ ധർമ്മവിഗ്രഹമായ മാതൃകാ ഭരണാധികാരിയായ ശ്രീരാമചന്ദ്രന് അരങ്ങൊരുക്കാനുള്ള പരശുരാമന്മാരായി മാറാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ അർച്ചനയായി സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. നമസ്കാരം.